സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ നാരായണായ 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 സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാദമഹം വന്ദേ സൽഗുരും തം നമാമി. വന്ദേ നന്ദവ്രജസ്ത്രീണാം പാദരേണുമഭീഷ്ണശകം യാസാം ഹരികഥോദ്ഗീതം പുനാദിഭുവനത്രയം. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമാം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാസത്രത്തിന്റെ പ്രാരംഭത്തിന് മുന്നോടിയായി അതിന്റെ മാഹാത്മ്യ പാരായണ പ്രവചനങ്ങളാണ് ഇപ്പോൾ അർപ്പിക്കുന്നത്. ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് എന്ന് മാത്രമല്ല, ദേവീഭാവന നവാഹത്തിനായാലും ശിവപുരാണ ഏകാദശാഹത്തിനായാലും എല്ലാം ഒരു മാഹാത്മ്യ പാരായണം തലേനാൾ പതിവുണ്ട്. ശ്രീമദ് ഭാഗവത സപ്താഹത്തെ സംബന്ധിച്ച് പത്മപുരാണാന്തർഗതമായിരിക്കുന്ന 6 അധ്യായങ്ങളെ കൊണ്ട് വ്യാസവിരചിതമായ ഭാഗവത മാഹാത്മ്യത്തെ തന്നെയാണ് അനുസ്മരിക്കുന്നത്. വാസ്തവത്തില് സപ്താഹം ആരംഭിക്കുന്നത് പിറ്റേന്നാൾ മുതൽക്കാണ്. തലേനാളാണ് ഈ മഹാത്മ്യ പാരായണം. എന്തിനു വേണ്ടി തലേനാൾ ഇങ്ങനെയൊരു മഹാത്മ്യ പാരായണത്തെ പൂർവികന്മാർ വിധിച്ചിരിക്കുന്നു? ആവശ്യമില്ലാതെ ഒരു വാക്കും പ്രവൃത്തിയും ഉരിയാടാത്തതായ അനുഭവസമ്പന്നന്മാരായ ആചാര്യന്മാര് നമ്മളുടെ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം കൽപ്പകാലങ്ങൾ കഴിഞ്ഞാലും ഇന്നപ്രകാരത്തിലായിത്തീരണമെന്ന് നിഷ്കർഷിച്ചതായി നിർദ്ദേശിച്ചതായ ആ ആചാര്യന്മാര് ഭാഗവത സപ്താഹയജ്ഞത്തിന് മുന്നോടിയായി ഈ മഹാത്മപാരായണത്തെ നിർബന്ധിക്കാൻ നിർദ്ദേശിക്കാൻ കാരണമെന്ത് എന്ന് നോക്കിയാൽ, കലികാലത്തെ സ്വാധ്യായ ഗ്രന്ഥമാണ് ഭാഗവതം എന്ന് പറയും. മഹാത്മാക്കൾ പറയാറുണ്ട്, ഒരു ഹിന്ദു ആണെങ്കിൽ 5 കാര്യങ്ങൾ ചെയ്തിരിക്കണമെന്ന്. ഭാരതം കേൾക്കണം, ഗീത പഠിക്കണം, ഭാഗവതം വായിക്കണം. ഓരോരുത്തരും കണക്കൂട്ടികളും ഇതിലേക്ക് ചെയ്തിട്ടുണ്ട്. ഹിമാലയം കാണണം, ഗംഗയിൽ കുളിക്കണമെന്ന്. അല്ലേ? ഭാരതം കേൾക്കണം. ഭാരതം ധർമ്മത്തിന്റെ കഥയാണ്. ധാർമ്മിക തത്വങ്ങൾ കേട്ട് ഉള്ളിൽ ഉറയ്ക്കണം. അതുകൊണ്ട് ഭാരതം കേൾക്കണമെന്ന് പറഞ്ഞു. ഗീത പഠിക്കണം. ഇതം ഗീതാശാസ്ത്രം സകല സാരാർത്ഥ സംഗ്രഹ വേദാർത്ഥ സംഗ്രഹഭൂതം. സകല വേദസാരങ്ങളുടെയും അന്തസത്തയാണ് ഗീത. അത് പഠിക്കണം. കമ്പോട് കമ്പ് വെറുതെ വായിച്ചാൽ പോരാ, അതിന്റെ ഉള്ളിന്റെ ഉള്ളിലോട്ട് ആഴ്ന്നിറങ്ങുമ്പോഴേ അതിന്റെ ഗാംഭീര്യവും മഹത്വവും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഭാഗവതം വായിക്കണം. കലികാലത്തെ സ്വാധ്യായ ഗ്രന്ഥമായിട്ട് ഭാഗവതത്തെ കൽപ്പിച്ചിരിക്കുന്നത്. ആദ്യമായി ആത്മീയ ജീവിതം ആരംഭിക്കുന്നതായി ഒരാൾക്ക് അനവധി ശാസ്ത്രശാഖകളെ അണിനിരത്തിയിരിക്കുന്നതായി നമ്മളുടെ പൂർവികന്മാരുടെ ആ മഹാ മനസ്സിന്റെ മുന്നിൽ ഒരു വേള അന്താളിച്ചു നിന്ന് പോവും.
എവിടെ നിന്ന് ആരംഭിക്കണം, ഏത് പഠിക്കണം? ദേവി ഭാഗവതം വേണോ, ഭാഗവതം വേണോ, ഭാരതം വേണോ, രാമായണം വേണോ? അനന്തശാസ്ത്രം ബഹുവേദിരവ്യം അല്പച്ചകാലോ ബഹവച്ച വിഘ്ന. ശാസ്ത്രങ്ങൾ അനവധിയാണ്, ആചാര പരമ്പരകൾ അനവധിയാണ്. ഇനി ഇതെല്ലാം പഠിച്ചു തീർക്കാമെന്ന് പറഞ്ഞ് ഒരുങ്ങിക്കഴിഞ്ഞാലോ അല്പച്ചകാലോ, കാലം വളരെ അല്പമാണ്. ഈ മുളയാൻ പോണ നേരത്തെ മേയാൻ പോകുന്ന കൂട്ടത്തിലാകെ തോന്നുക. ചെറുപ്പത്തിൽ വല്ലതും തോന്നിയോ? ഇപ്പൊ സപ്താഹങ്ങൾക്ക് നമ്മളെ സ്ഥലത്ത് തന്നെ നോക്കൂ, ഒക്കെ സീനിയർ സിറ്റിസൺസ് ആയിരിക്കും കൂടുതലും. വൈകിയ വേലിയിലൊക്കെ തോന്നും ഇനി ഉള്ള കാലം എങ്ങനെ ആയാലും ഇത് പഠിക്കാന്ന് പറഞ്ഞ് ഒരുങ്ങിയാലോ ബഹവച്ച വിഘ്നങ്ങൾ അനവധിയാണ്. എന്നാൽ ശാസ്ത്രം മുഴുവൻ പഠിക്കാൻ വയ്യെങ്കിൽ പിന്നെ എന്താണൊരു മാർഗം? ശാസ്ത്രസാരമായ ഭാഗവതത്തെ, സകല വേദാന്ത സാര സംഗ്രഹമായിരിക്കുന്നതായ ഭാഗവതത്തെ പഠിച്ചാൽ മതി. ഏകം ഭാഗവതം ശാസ്ത്രം മുക്തിദാനേന ഗർജതി. അത് വേണോ ഇത് വേണോ, അവിടെ പോണോ ഇവിടെ പോണോ ആലോചിച്ച് അന്താളിക്കേണ്ടതായ ആവശ്യമില്ല. ശ്രീമദ് ഭാഗവതമാകുന്ന ഒരു ശാസ്ത്രത്തെ പഠിച്ചാൽ മതി. ഇരിക്കുന്ന ദിക്കിലിരുന്ന് എത്തേണ്ട ദിക്കിൽ എത്തിച്ചേരാൻ ഇങ്ങോട്ട് സാധിക്കും. കലികാലത്തെ സ്വാധ്യായ ഗ്രന്ഥമായിട്ടാണ് ഭാഗവത്തെ കൽപ്പിച്ചിരിക്കുന്നത്. കലികാലം എന്ന് പേര് വരാൻ തന്നെ കാരണം എന്താ? ഇത് കലിയുടെ കാലമാണ്. കലി എന്ന് വെച്ചാലോ കലഹകൃത്താണ് കലി എന്ന് പറയുന്നത്. കലഹകൃത്ത എന്ന് വെച്ചാലോ കലഹത്തെ ഉണ്ടാക്കുന്നത്. കലഹം എന്ന് വെച്ചാലോ കലഹം അതറിയില്ലേ? അതൊക്കെ നന്നായിട്ട് അറിയാം, അതേ അറിയൂ. കലഹകൃത്ത് എന്ന് വെച്ചാൽ, കലഹം എന്ന് വെച്ചാൽ കലത്തെ ഹനിക്കുന്നതാണ് കലഹം. കലത്തെ ഹനിക്കുന്നതാണ് കലഹം. കലം എന്ന് വെച്ചാൽ മംഗളം, ജ്ഞാനം എന്നർത്ഥം. ജ്ഞാനത്തെ ഹനിക്കുന്നത്. ജ്ഞാനത്തെ ഹനിക്കുന്നത് എന്താണ്? അജ്ഞാനമാണ്. അപ്പൊ അജ്ഞാനത്തെ ഉണ്ടാക്കുന്നതെന്തോ അതാണ് കലി. കാലം കലികാലമാണ്. അജ്ഞാന സൃഷ്ടമായിരിക്കുന്ന രാഗദ്വേഷാദികളാൽ തമ്മിൽ തല്ലി കലഹിച്ച് കടിപിടി കൂടി കഴിയുന്നതായ കാലമാണ്. ഇതിൽ നിന്നും മോചനം നേടാൻ, ശാശ്വത ശാന്തിയെ നേടാൻ എന്താണൊരു മാർഗം? ശ്രീമദ് ഭാഗവതമാണ്. എന്തുകൊണ്ട്? ഇത് ജ്ഞാനയജ്ഞമാണ്. ജ്ഞാനയജ്ഞം കരീഷ്യാമി ശുഖശാസ്ത്രകഥോജ്ജലം. സപ്താഹ ആരംഭത്തിന്റെ സങ്കല്പത്തിൽ തന്നെ പറയുന്നത് ശ്രീ ശിവകർഷയുടെ 16 ബിന്ദത്തിൽ കൂടി വിനിർഗളിച്ചതായ ഈ ജ്ഞാനയജ്ഞത്തെ ഞാൻ ദീക്ഷിക്കുന്നേൻ, സങ്കല്പിക്കുന്നേൻ. നമ്മൾക്ക് ആനന്ദം നമ്മളുടെ ജന്മാവകാശമാണ്. ദുഃഖിക്കാനും കരയാനുമല്ല, അറിയാനും ആനന്ദിക്കാനുമാണ്. ആ ആനന്ദം തന്നിൽ താനായി വിളങ്ങുന്ന ആത്മസ്വരൂപമാണ് എന്നതായ അറിവിനാലാണ് നമ്മൾക്ക് സ്വായത്തമായി തീരുക. അപ്പൊ ആനന്ദം അഭിലഷിക്കുന്നതായ ഒരു ജീവൻ, അവൻ ഈശ്വര വിശ്വാസിയോ അവിശ്വാസിയോ ആരോ ആവട്ടെ, അവൻ അറിയാതെ ആണെങ്കിൽ പോലും ആത്മാന്വേഷിയാണ്. ആത്മാന്വേഷിയായിരിക്കുന്നതായ ഒരു ജിജ്ഞാസുവിനെ കരതലാമലകം പോലെ സത്യത്തെ ബോധിപ്പിക്കുന്നതായ ശാസ്ത്രമാണ് ശ്രീമദ് ഭാഗവതം. അന്നഗത പ്രാണന്മാരായി, ഭൗതിക ചേതസ്സുകളായി, കാറ്റത്തിട്ട പഞ്ഞിയെപ്പോലെ 4 ഭാഗത്തും പാറിക്കളിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സോടുകൂടിയിരിക്കുന്ന സാധാരണക്കാരായിരിക്കുന്ന ആൾക്കാർക്ക് ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ പറ്റുന്നതായ രീതിയിൽ സത്യസാക്ഷാത്കാരത്തിന് വേണ്ടി ധർമ്മത്തെ നിരൂപണം ചെയ്തതായ ശാസ്ത്രമാണ് ശ്രീമദ് ഭാഗവതം. നമ്മൾക്ക് അനുഷ്ഠാനത്തിൽ വരുത്താൻ പറ്റാത്തതായ കാര്യം അത് എത്ര തന്നെ ശ്രേഷ്ഠമാണെങ്കിലും കേട്ടിട്ടോ പറഞ്ഞിട്ടോ കാര്യമില്ല. സാധാരണ മനുഷ്യന് നിത്യജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റുന്നതായ കാര്യങ്ങളെ അനാവരണം ചെയ്ത് അണിനിരത്തിയിരിക്കുന്നു ഭാഗവതം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കലികാലത്തെ സ്വാധ്യായ ഗ്രന്ഥമായി ഭാഗവതത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. കലികാലത്തെ സ്വാധ്യായ ഗ്രന്ഥമായ ഭാഗവതം ഇത് ജ്ഞാനയജ്ഞമായിട്ടാണ് അർപ്പിക്കുന്നത്. നമ്മൾ ഏതൊരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും ആ പ്രവൃത്തി പൂർണ്ണ വിജയത്തിലെത്താൻ അതിനു മുന്നേ ഒരു തയ്യാറെടുപ്പുണ്ട്. ഒരു വീട്ടമ്മ ചോറ് വയ്ക്കാൻ ഒരുങ്ങുകയാണെങ്കിൽ അതിനു മുന്നേ സാധന സാമഗ്രികളൊക്കെ ശേഖരിച്ച് അതിനുള്ള ഒരു തയ്യാറെടുപ്പുണ്ട്. ഒരു പാട്ടുകാരൻ പാട്ടുപാടുന്നതായ സമയത്ത് ശ്രുതിപ്പെട്ടിയൊക്കെ ശരിയാക്കി ആ പാട്ടുപാടാനും മുന്നേ ഒരു തയ്യാറെടുപ്പുണ്ട്. ഏത് പ്രവൃത്തിയും പൂർണ്ണതയിലെത്തണമെങ്കിൽ അതിന്റെ സാധന സാമഗ്രികളൊക്കെ ശേഖരിച്ച് വെച്ചും മാത്രമേ അത് ആരംഭിക്കാവൂ. ഇപ്പൊ പൂജയ്ക്ക് ഇരിക്കുന്ന സമയത്തും
പൂജാ സാധനങ്ങളെല്ലാം അടുത്തുകൊണ്ടുവന്നതിന് ശേഷം മാത്രമേ പൂജകൻ പൂജ ആരംഭിക്കാവൂ എന്ന ഇടയിലങ്ങ് എഴുന്നേറ്റ് പോകാൻ ഇടയാവരുത് എന്ന പോലെ ഈ ജ്ഞാനയജ്ഞം നമ്മൾക്ക് പൂർണ്ണ സമാപ്തിയിലെത്തണമെങ്കിൽ, ഇതിന്റെ പരമപ്രയോജനം സിദ്ധമാവണമെങ്കിൽ ഇതിന്റെ സാധന സാമഗ്രികളൊക്കെ ശേഖരിക്കണം. ജ്ഞാനയജ്ഞത്തിന് നമ്മൾക്ക് ആവശ്യം വേണ്ടതായ സാധന സാമഗ്രി എന്താണ്? നമ്മൾക്ക് അറിവ് നേടണമെങ്കിൽ ആവശ്യമായിട്ട് വേണ്ടതായ സാധന സാമഗ്രി എന്താണ്? ശ്രദ്ധയാണ്, അല്ലേ? ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ആർക്കറിവുണ്ടാവും? ശ്രദ്ധയുള്ളവനുണ്ടാവും. നമ്മളുടെ ആചാര്യന്മാർ നമ്മളോട് കൽപ്പിച്ചത്, നീ ഈശ്വരോപാസന ചെയ്യുന്നതായ വേളയിൽ എന്ത് പഴച്ചാലും കുഴപ്പമില്ല, പക്ഷെ ചെയ്യുന്ന എന്ത് ശ്രദ്ധയോടുകൂടി ചെയ്യും. മന്ത്രം പഴച്ചാലോ അശുദ്ധി പറ്റിയാലോ ഒന്നും അപരാധമല്ല, പക്ഷെ ചെയ്യുന്ന കാര്യം ശ്രദ്ധയോടുകൂടി ചെയ്യും. ശ്രദ്ധയാദേയം ഹ്രിയാദേയം ഉപനിഷത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞു. ശ്രദ്ധയോടുകൂടി ചെയ്യും. കൊടുക്കുകയാണെങ്കിൽ ശ്രദ്ധയോടുകൂടി കൊടുക്കും. ഇന്ന് അശ്രദ്ധയോടുകൂടി അലസമായി ആർക്കെങ്ങാനും വേണ്ടി ചെയ്യുന്നതായ കർമ്മത്തിന് പറയുന്ന പേരെന്താ മലയാളികള്? വീട്ടിലെ അമ്മ മോനോട് പറഞ്ഞു, മോനെ ഒക്കെ ദാ അടിക്കി ഒതുക്കി വൃത്തിയാക്കി വെക്കൂ കേട്ടോ എന്ന്. മകൻ കുറച്ചൊക്കെ ചെയ്ത് വെച്ചിട്ട് പോയി ആർക്കെങ്ങാനും വേണ്ടിയിട്ട്. അമ്മ വന്ന് കണ്ട ഉടനെ ശുണ്ഠി എടുത്തു, ഡേ ഒക്കെ വഴിപാട് കഴിക്കുമ്പോൾ ചെയ്തു വെച്ച് പോയിട്ടുണ്ട്. ആർക്ക് വേണ്ടി ഇതൊക്കെ? എന്ത് കഴിക്കും പോലെ? വഴിപാട് കഴിക്കുമ്പോൾ. അപ്പൊ അശ്രദ്ധയോടുകൂടിയിട്ട് ആർക്കെങ്ങാനും വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ പറയുന്നതായ ഓമന പേര് വഴിപാട് കഴിക്കുക എന്ന്. വഴിപാട് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വഴിപ്പെടുക, ഈശ്വരന് വഴിപ്പെടുക, നേരായ മാർഗത്തിലൂടെ സത്യസാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ളതായ പ്രവർത്തനം. നമ്മളുടെ ആചാര്യന്മാർ നമ്മളോട് കൽപ്പിച്ചു, അത് ശ്രദ്ധയോടുകൂടി ചെയ്താൽ മാത്രമേ അതിന്റെ പ്രയോജനമുള്ളൂ. ഇത് ഈ ജ്ഞാനയജ്ഞത്തിന്റെ ആദ്യപടി ശ്രവണമാണ്. നമ്മൾക്ക് ജ്ഞാനസാധനകൾ 3, ഭക്തി സാധനങ്ങൾ 9. ശ്രവണ മനന നിരിധ്യാസങ്ങളാകുന്ന ജ്ഞാനസാധനങ്ങൾ, ശ്രവണ കീർത്തനാദി 9 ഭക്തി സാധനങ്ങൾ. അത് രണ്ടിലും ആദ്യത്തെ പടി ശ്രവണമായിട്ടാണ് പറയുന്നത്. കേൾക്കണം, കേട്ടുറയ്ക്കണം. അത് കേട്ടത് ഉള്ളിൽ ഉറയ്ക്കണമെങ്കിൽ എന്ത് വേണം? ശ്രദ്ധയോടുകൂടി കേൾക്കണം. ഒരിക്കല് വലിയൊരു മഹാത്മാവ് പ്രഭാഷണത്തിന് നിന്നു. തമിഴ്നാട്ടിൽ നിന്ന് വന്നതായ ഒരു മഹാത്മാവ് 6 മാസം വിസ്തരിച്ച് വാൽമീകി രാമായണ ഉപന്യാസം തുടങ്ങുന്ന സമയത്ത് അത്ര ആൾക്കാരൊന്നും ഉണ്ടാവില്ല. കഴിയാറാകുമ്പോഴേക്കും ഹാള് നിറയും. പക്ഷെ ഒരു ഭക്തൻ മാത്രം കുളിയും കുറിയും കഴിഞ്ഞ് മുന്നിൽ വന്നിരിക്കും ഉപന്യാസം തുടങ്ങുന്നതിന് മുന്നേ. 6 മാസം ഒരു ദിവസവും മുടങ്ങാതെ മുഴുവൻ കേട്ടതായ ഒരാള് അദ്ദേഹം മാത്രമേ ഉള്ളൂ. 6ാമത്തെ മാസം ഗുരുദക്ഷിണയ്ക്ക് കൊടുത്ത് പിരിയുന്നതായ സമയത്ത് ഈ ഭക്തൻ ചെന്ന് ചോദിച്ചു, സ്വാമി ഒരു സംശയമുണ്ട്, ചോദിച്ചുകൊള്ളട്ടെ എന്ന്. ഒരു സംശയമോ? 100 സംശയമാണ് ഈ ചോദിച്ചുള്ളൂ. നിനക്ക് വേണ്ടിയാണ് ഞാൻ കഥ മുഴുവൻ പറഞ്ഞത്, നീ മാത്രമേ മുഴുവൻ കേട്ടതായിട്ടുള്ളൂ, എന്താ സംശയമെന്ന്. ഈ ഭക്തൻ ചോദിച്ചു, സ്വാമി രാമനോ രാക്ഷസൻ, രാവണനോ രാക്ഷസൻ? അന്നേരം ഈ പ്രഭാഷകൻ പറഞ്ഞു, അത്രേ രാമനും അല്ല അപ്പ രാക്ഷസൻ, രാവണനും അല്ല, നിന്റെ മുന്നിൽ കഥ പറഞ്ഞില്ലേ ഞാനാണ് രാക്ഷസൻ. 6 മാസം രാമായണം പറഞ്ഞു, എന്താ പ്രയോജനം? രാമായണം കേട്ടു, എന്താ പ്രയോജനം? പ്രയോജനമില്ല. അപ്പോൾ ശ്രദ്ധയോടുകൂടി ചെയ്താൽ മാത്രമേ എന്തും അതിന്റെ പൂർണ്ണ പ്രയോജനത്തിലോട്ട് നമ്മളെ വഴിവെക്കും. അപ്പോ ജ്ഞാനയജ്ഞത്തിന് ആവശ്യമായിട്ട് ഉണ്ടാവേണ്ടതായ സാധന സാമഗ്രി ശ്രദ്ധയാണ്. ആ ശ്രദ്ധയെ അധികരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു മഹാത്മ്യപാലനത്തെ തലേനാൾ വിരിച്ചിരിക്കുന്നത്. ഒരു നവീകരണ കലശമാണ് ക്ഷേത്രത്തില്, അല്ലെങ്കിൽ ഒരു സുദർശന ഹോമമാണ്, അതിന് തലേനാൾ ഒരു മഹാത്മ്യപാരായണം പതിവില്ല. പക്ഷേ ജ്ഞാനയജ്ഞമാണെങ്കിൽ ഒരു മഹാത്മ്യപാരായണം പതിവുണ്ട്. എന്തിനു വേണ്ടി? നമ്മളിലുള്ളതായ ശ്രദ്ധയെ അധികരിപ്പിക്കണമെങ്കിൽ, നമ്മൾക്ക് ആത്മാർത്ഥമായ ആഗ്രഹം ഉള്ളിൽ നിന്നും ഉണ്ടാവണമെങ്കിൽ അതിന്റെ മാഹാത്മ്യത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കണം, കേട്ടിരിക്കണം. നോക്കൂ, 15 നിമിഷം സീരിയൽ കാണാൻ നിങ്ങൾ വിഡ്ഢിപ്പേട്ടിക്ക് മുന്നിൽ പോയിരുന്നാൽ ഓരോ 5 നിമിഷത്തിനും ഓരോ അഡ്വർടൈസ്മെന്റാ. എന്തിനു വേണ്ടിയാ? അല്ലേ? ഉജാല, തുള്ളിനീലം, വെണ്മയുടെ പ്രതീകം. പിറ്റേന്നാൾ കളിച്ചിൽ ആ ഉജാല എന്നെടുക്കൂ, ഇന്നലെ TV കണ്ടേ.
അപ്പോൾ ഒന്നിനെക്കുറിച്ച് കാണുമ്പോഴാണ്, കേൾക്കുമ്പോഴാണ് അതിൽ ആഗ്രഹം ഉണ്ടാവുക. ഒന്നിന്റെ മാഹാത്മ്യം അറിഞ്ഞാൽ അത് നമ്മൾക്ക് ആത്മാർത്ഥമായ ആഗ്രഹവും ബഹുമാനവും എല്ലാം വർദ്ധിക്കും. ഭാഗവതത്തിന്റെ മാഹാത്മ്യം അറിയുമ്പോഴാണ് ആത്മാർത്ഥമായ ആഗ്രഹം, ആ ജ്ഞാനത്തിന്റെ പൂർണ്ണ പരിസമാപ്തിയിലേക്ക് എത്തിക്കാൻ വേണ്ടതായ പ്രയത്നം നമ്മൾക്കുണ്ടാവും. ഇവിടെ പത്മപുരാണാന്തർഗതമായിരിക്കുന്ന 6 അധ്യായങ്ങളെ കൊണ്ട് ഭാഗവതത്തിന്റെ മാഹാത്മ്യത്തെ ഉപദേശിക്കുന്നു. പ്രധാനമായും 2 ആചാര്യന്മാരുടെ മുഖത്തിലൂടെയാണ് ഭാഗവത സപ്താഹമായിട്ട് ഇല്ലെങ്കിൽ അതിന്റെ മാഹാത്മ്യത്തെ അനുസ്മരിക്കുന്നത്. ഒന്ന്, ജ്ഞാനവൈരാഗ്യങ്ങൾക്ക് പുഷ്ടിയുണ്ടാവാൻ വേണ്ടി നാരദ മഹർഷിയാൽ പ്രാർത്ഥനായി സനൽകുമാര മഹർഷി നടത്തുന്നതായ ഭാഗവത സപ്താഹ രംഗത്തിലും, 2, ദുന്ധുകാരിയുടെ പ്രേതത്തിന്റെ മുക്തിക്കായിക്കൊണ്ട് ഗോകർണം നടത്തുന്നതായി സപ്താഹത്തിന്റെ കഥയായിട്ട്. ഭാഗവത മഹാത്മ്യത്തിലെ കഥകളൊക്കെ ശിതമാണ്, നമ്മൾ കേട്ടതാണ്, എല്ലാവർക്കും അറിയാം. സനൽകുമാര മഹർഷി ഭാഗവതത്തിന്റെ മഹാത്മ്യം ഭക്തിദേവിയുടെ പ്രീതിക്കായിക്കൊണ്ട്, ജ്ഞാനവൈരാഗ്യങ്ങളുടെ പുഷ്ടിക്കായിക്കൊണ്ട് അങ്ങ് അർപ്പിക്കുകയാണ്. അമ്മ യൗവനയുക്തയായിരിക്കുന്ന വേളയിൽ വൃദ്ധാവസ്ഥയെ പ്രാപിച്ചിരിക്കുന്നതായ ജ്ഞാനവൈരാഗ്യങ്ങളുടെ അവസ്ഥയെ കണ്ട് അമ്മയുടെ കണ്ണീരൊപ്പാൻ വേണ്ടി ആദ്യമായി ഉപദേശിച്ചതായ ശാസ്ത്രമാണ് ശ്രീമദ് ഭാഗവതം. ഭാഗവതം ഭക്ത്യാജ്ഞേയം എന്ന് പറയും. ഭാഗവതത്തിന്റെ ആ അന്തർധാര മനസ്സിലാക്കണമെങ്കിൽ ആ പരമപ്രേമ സ്വരൂപിണിയായിരിക്കുന്നതായ ഭക്തിഭാവത്തിലൂടെ അതിൽ ആഴ്ന്നിറങ്ങുന്നതായ സമയത്താണ് അത് ആസ്വദിക്കാൻ, ആനന്ദിക്കാൻ സാധിക്കുക എന്ന്. ഭക്തി അതിന്റെ പൂർണ്ണഭാവത്തെ, അതിന്റെ പുഷ്ടിയെ പ്രാപിക്കണമെങ്കിൽ അതിന്റെ മക്കൾക്ക് ജ്ഞാനവൈരാഗ്യങ്ങൾക്ക് ബാധിച്ചിരിക്കുന്നതായി വൃദ്ധാവസ്ഥയെ മാറ്റാൻ സാധിക്കണം. എന്തിനു വേണ്ടിയാണ് ഭാഗവതം ഉപദേശിച്ചിരിക്കുന്നത്? ഭക്തിജ്ഞാനവിരാഗാണം സ്ഥാപനായ പ്രകാശിതം. ജ്ഞാനവൈരാഗ്യ സഹിതമായിരിക്കുന്നതായ ആ പരാഭക്തിയെ ഉള്ളിലൂട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. നമ്മൾക്ക് ഭക്തിയില്ലേ? ഉണ്ടല്ലോ, അതുകൊണ്ടല്ലേ ഞങ്ങൾ വന്നിരിക്കുന്നത്. പക്ഷെ നമ്മൾക്കുള്ളതായ ഭക്തിയും ഭാഗവത പ്രതിപാദ്യമായ ഭക്തിയും വ്യത്യാസമുണ്ട്. അഹൈരികി അപ്രതിഹത യാ ഭക്തി പുരുഷോത്തമേ. അഹൈരികയായിരിക്കുന്ന, അപ്രതിഹതയായിരിക്കുന്ന ഭക്തി, ഒരു കാരണവും കൂടാതെ മനസ്സനുസ്യൂതമായി ഈശ്വരനിലോട്ട് ഒഴുകുന്നതായ ചിത്തവൃത്തി പ്രവാഹം. മഹാത്മാക്കൾ പറയും, ഈ ഭക്തന്മാര് 3 പ്രകാരത്തിലുണ്ട്. ഒച്ചി ഇച്ഛ തേനീച്ച എന്ന് പറയും. ചില ആൾക്കാർ ഈ ഒച്ചിന്റെ അവസ്ഥയിലാണ്. ഒച്ചെന്ന് പറഞ്ഞാൽ അറിയില്ല, വളരെ ഇഴഞ്ഞു നീങ്ങുന്നൊരു ജീവി. നാമം ചോദിക്കുകയാണെങ്കിലും കഥ കേൾക്കുകയാണെങ്കിലും ഒക്കെ വളരെ മന്ദവൈരാഗ്യത്തോടുകൂടി, മോക്ഷോ ഈശ്വര സാക്ഷാത്കാരോ അത് എപ്പോഴാ വെച്ചാൽ കിട്ടിക്കൊള്ളാട്ടെ, കിട്ടിയാലും കുഴപ്പമില്ല, കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് മന്ദവൈരാഗ്യത്തോടുകൂടി ഇരിക്കുന്ന ആൾക്കാർ ഒച്ചിന്റെ അവസ്ഥയിലാണ്. എവിടെ സപ്താഹം ഉണ്ടെങ്കിലും മുന്നിൽ പോയിരിക്കും, കേൾക്കും. ചില ആൾക്കാർ പറയും, ഞാൻ ഇന്നൊന്നലെയും തുടങ്ങിയതല്ല, എല്ലാ വൈശാഖത്തിലും മണ്ഡലത്തിലും ഗുരുവായൂർ സപ്താഹം കേൾക്കാറുണ്ട്, 108 സപ്താഹമായി ഞാൻ കേൾക്കണോ എന്നൊക്കെ. പണ്ട് പരീക്ഷത്തിന് ഒരു സപ്താഹം കേട്ട ഉടനെ മുക്തി കിട്ടി. ഇത് 100 സപ്താഹം കേട്ടിട്ട് മുക്തി കിട്ടിയിട്ടില്ല. സാധാ ഭാവി അല്ലിങ്കോ പെരിയ ഭാവി. എന്തുകൊണ്ട്? ഭാഗവത്തിന്റെ മഹിമയ്ക്ക് കുറവുണ്ടായിട്ടല്ല, പക്ഷെ കേൾക്കൽ ശ്രവണം വേണ്ട രീതിയിലായില്ല. മന്ദവൈരാഗ്യത്തോടുകൂടി ഇരിക്കുന്ന ആൾക്കാര് അശ്രദ്ധമായിട്ട്, അലസമായിട്ട്, ആർക്കെങ്ങാനും വേണ്ടി എന്ന രീതിയിലായിരിക്കും. പിന്നെ ഈച്ചയുടെ അവസ്ഥയിലുള്ള രണ്ടാമതൊരു വിഭാഗം, മധ്യഭാഗം. ഈച്ച ചക്കപ്പഴത്തിലും ഇരിക്കും, വൃത്തികെട്ട പദാർത്ഥങ്ങളിലും ഇരിക്കും. നല്ല കാര്യങ്ങളിലും മനസ്സ് വ്യാപരിക്കും, ചീത്ത കാര്യങ്ങളിലും മനസ്സ് വ്യാപരിക്കും. വേണമെന്നുണ്ട്, വേണ്ടാന്നുമുണ്ട്. ഭാഗവതം കേൾക്കുകയും ചെയ്യും, ഇരുന്നോർക്കം നോക്കുകയും ചെയ്യും. അത് ഈച്ചയുടെ അവസ്ഥ. ഇനി തേനീച്ചയുടെ അവസ്ഥ എന്താ? തേനിൽ മാത്രമേ ഇരിക്കൂ. ഒരു പുഷ്പത്തിൽ ചെന്നു കഴിഞ്ഞാൽ അതിന്റെ ഇലയുണ്ട്, പൂവുണ്ട്, കായുണ്ട്, അതൊന്നും നോക്കില്ല, തേൻ മാത്രം.
തണ്ടാരിൽ വീണു മധുപുണ്ടാരമയ്ക്കും ഒരു വണ്ടാണ് സൂര്യ സുഹൃതി. ഒരു സുഹൃതി എന്ന് വിശേഷിപ്പിക്കുന്ന ആരെയാ? ഈ തേനീച്ചയുടെ ഭാവത്തിൽ എപ്പോഴും ആ ആത്മരസം നുകർന്നുകൊണ്ട് ഭഗവത് കഥകളിൽ മാത്രം അങ്ങ് ആനന്ദിച്ചുകൊണ്ട് കഴിയുന്നതായ അവസ്ഥ. ഇതിൽ ഓരോരുത്തരും നിശ്ചയിച്ചുകൊള്ളൂ, ഒച്ചാണോ ഈച്ചയാണോ തേനീച്ചയാണോ എന്ന്. എന്താവണം? തേനീച്ചയാവണം. തീവ്രേണ ഭക്തിയോഗേന യജേത പുരുഷംബരം. ആ ഭക്തി തീവ്രമായി തീരണം. തീവ്രമായി തീർന്ന അവസ്ഥയാണ് തേനീച്ചയുടെ അവസ്ഥ. നമുക്ക് ആ തീവ്രതയിലോട്ട് എത്തണം. എന്തുകൊണ്ട് തീവ്രതയിലോട്ട് എത്തുന്നില്ല? ജ്ഞാനവൈരാഗ്യങ്ങളുടെ കുറവ് കൊണ്ടാണ്. ഭക്തി തീവ്രമായി തീരാൻ നമുക്ക് കെട്ടിടം കെട്ടണമെങ്കിൽ അടിത്തറ നന്നായിരിക്കണം. ഭക്തിയാകുന്ന മണിമന്ദിരത്തിന്റെ അടിത്തറ ജ്ഞാനവൈരാഗ്യങ്ങളാണ്. ജ്ഞാനവൈരാഗ്യ സഹിതമല്ലെങ്കിൽ ഭക്തൻ പലപ്പോഴും കാലതാമസം വരും സത്യസാക്ഷാത്കാരത്തിന്. ശ്രീരാമകൃഷ്ണൻ പറയും, ഒരു യോഗി വഴിതെറ്റിക്കഴിഞ്ഞാൽ രോഗിയായി മാറും. ഒരു ജ്ഞാനി വഴിതെറ്റിയാൽ നിരീശ്വരവാദിയായി മാറും. ഒരു ഭക്തൻ വഴിതെറ്റിയാൽ വൈഷയനായി മാറും. അന്ധവിശ്വാസങ്ങൾക്കോ അനാചാരങ്ങൾക്കോ അടിമപ്പെട്ട് ഭക്തിയെ വിറ്റ് കച്ചവടമാക്കുന്ന രീതിയിലായിത്തീരും. ഒരിക്കലും നമ്മൾക്ക് അടിപതറാതെ മനം തളരാതെ നമ്മെ മുന്നോട്ട് നയിക്കാൻ പോകുന്നതായ നമ്മളുടെ പൂർവിക ആചാര്യന്മാര് ഈ കലികാലത്ത് കലൗത്തു കേവല ഭക്തർ ബ്രഹ്മസായൂജ്യകാരിണി. ബ്രഹ്മസായൂജ്യത്തിന് ഏവർക്കും ഒരുപോലെ സ്വീകാര്യമായിരിക്കുന്ന അക്ലിഷ്ടസുന്ദരമായ രാജമാർഗം ഭഗവത് ഭക്തി ഒന്നു തന്നെ എന്ന് അരുളി ചെയ്തതായ ആചാര്യന്മാര് ആ ഭക്തിയെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ജ്ഞാനവൈരാഗ്യങ്ങളെ നമ്മളുടെ ഉള്ളിൽ ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടി ഭാഗവത്തെ ഉപദേശിക്കുകയാണ്. അത് ജ്ഞാനവൈരാഗ്യങ്ങളുടെ പുഷ്ടിക്കായിക്കൊണ്ട് ആരാണ് ഉപദേശിക്കുന്നത്? സനൽകുമാര മഹർഷിയാണ്. സനൽകുമാര മഹർഷിക്ക് ജ്ഞാനവൈരാഗ്യങ്ങളെ ബാധിച്ചതായ വൃദ്ധത്വത്തെ മാറ്റാനിങ്ങോട്ട് സാധിക്കും. ഉണ്ടവൻ വേണം ഊണ് കഴിപ്പിക്കാൻ എന്ന് പറയും. ഉണ്ടവന്റെ അടുത്ത് ഊണ്, കണ്ടവന്റെ അടുത്ത് കടം, മോതിരവല്ലോണ്ട് തല്ല് എന്നൊക്കെ പറയുമല്ലോ. നമ്മൾ കയ്യിലുണ്ടെങ്കിലേ നമ്മൾക്ക് അനുഭവിക്കാൻ ഇങ്ങോട്ട് സാധിക്കും. ജ്ഞാനവൈരാഗ്യങ്ങളുടെ വൃദ്ധത്വം മാറ്റണമെങ്കിൽ വൃദ്ധത്വം ബാധിക്കാത്ത ഒരാൾക്കേ അസാധിക്കും. സനൽകുമാരൻ എന്ന് വെച്ചാൽ സനൽ നിത്യം കുമാരഹ സനൽകുമാരഹ. എന്നും ചെറുപ്പമായിരിക്കുന്ന ആള്, ഒരിക്കലും വൃദ്ധത്വം ബാധിക്കാത്ത ഒരാള്. എന്നും ചെറുപ്പമായിരിക്കുന്ന ഒരാൾ എന്ന് വെച്ചാൽ കാലം ബാധിക്കാത്തത്. കാലം ബാധിക്കാത്തത് എന്തിനെയാണ്? കാലാതീതമായിരിക്കുന്നത് എന്താണ്? തന്നിൽ താനായി വിളങ്ങുന്ന ആത്മസ്വരൂപമാണ്. നമ്മൾക്ക് ഈ ദൃശ്യപ്രപഞ്ചത്തിലെ അറിയപ്പെടുന്നതായ വിഷയങ്ങളെല്ലാം തന്നെ കാലത്തിനകത്താണ്. കലനം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കാലം, ചലനവിധേയമായിക്കൊണ്ടിരിക്കുന്നത്. ഉപാധികളെല്ലാം ചലനവിധേയമാണ് എന്നുള്ളത് കൊണ്ട് ഇത് കാലത്തിനകത്താണ്. ഉപാധിക്ക് അധീതമായിരിക്കുന്ന ആ ബോധമാവട്ടെ, സത്യമാവട്ടെ, ആത്മസ്വരൂപമാവട്ടെ, അത് നിർമുക്തം നിത്യമുക്തം. അത് നിർമുക്തമാണ്, നിത്യമുക്താണ്, കാലം ബാധിക്കാത്തതാണ്. അപ്പൊ കാലം എന്തിനാണ് ബാധിക്കാത്തത്? ആത്മസ്വരൂപത്തെയാണ്. ആത്മഭാവത്തിലോട്ട് ഉള്ളുണർന്നിരിക്കുന്നതായ ഒരു ജ്ഞാനിക്ക് മറ്റുള്ളവരെ ജ്ഞാനവൈരാഗ്യങ്ങളെ ഊട്ടിയുറപ്പിക്കാനായിക്കൊണ്ട്, അവർക്ക് ജ്ഞാനവൈരാഗ്യങ്ങൾ ബാധിച്ചിരിക്കുന്നതായ വൃദ്ധത്വത്തെ മാറ്റാനായിക്കൊണ്ട് അങ്ങ് സാധിക്കും. ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം എന്നെല്ലാം ഉപനിഷത്തുകൾ പറയുന്നതിന്റെ സാരവും അത് തന്നെയാണ്. ബ്രഹ്മനിഷ്ഠനായിരിക്കുന്നതായ ഒരാചാര്യൻ വേണം ജ്ഞാനവൈരാഗ്യങ്ങളെ ഉള്ളിലൂട്ടി ഉറപ്പിക്കാനായിട്ട്. സനൽകുമാര മഹർഷി ഭക്തിദേവിയുടെ പ്രീതിക്കായിക്കൊണ്ട് ജ്ഞാനവൈരാഗ്യങ്ങളുടെ പുഷ്ടിക്കായിക്കൊണ്ട് ഭാഗവത മഹാത്മ്യത്തെ ഉപദേശിക്കുന്നതായ സമയത്ത് സദാസേവ്യ ശ്രീമൽ ഭാഗവതീ കഥാം യസ്യ ശ്രവണമാത്രേണ മുക്തികരതലേ സ്ഥിതാം. സദാസേവ്യ ശ്രീമൽ ഭാഗവതീ കഥാം. നമ്മൾക്ക് ഈ കലികാലത്ത് ബാഹ്യവിഷയങ്ങളിലോട്ട് പരതിക്കൊണ്ടിരിക്കുന്നതായ മനസ്സിനെ അന്തർമുഖമാക്കി ആത്മാഭിമുഖമാക്കി തീർക്കാൻ എന്താണൊരു മാർഗം? എപ്പോഴും ഭാഗവതത്തെ സേവിക്കണം. സദാസേവ്യ എന്ന് വെച്ചാൽ സത്തുക്കളാൽ സേവിക്കപ്പെടുന്നത്.
എല്ലാ കാലത്തും സേവിക്കപ്പെടാൻ യോഗ്യമായിരിക്കുന്നതും. ഭഗവാൻ ശ്രീരാമേന്ദ്രൻ ഭരദ്വാജ മഹർഷിയോട് ദണ്ഡകാരണത്തിലോട്ട് പോകാനുള്ളതായ വഴി ഏതാണ് എന്ന് ചോദിച്ചതായ സമയത്ത് ഭരദ്വാജ മഹർഷി ശ്രീരാമേന്ദ്രനോട് അന്ന് പറഞ്ഞത്, രാമ, മഹാത്മാക്കൾ പോയ വഴിയിലൂടെ പോയിക്കോളൂ, അതാണ് നേരായ വഴിയെന്ന്. എന്നും നേരായ മാർഗം ഇതുതാൻ ഇതിനെ സധൈര്യം പാലിൽ പരം കരുണയാൽ അരുൾ ചെയ്തതായ ആചാര്യന്മാര് കാണിച്ചു തരുന്നതായ മാർഗത്തിലൂടെ പോയാലാണ് നമ്മൾക്കൊരിക്കലും വഴിവഴിക്കാതിരിക്കുക. ആരുടെയെങ്കിലും കപോലകൽപിതമായ പുത്തൻ സിദ്ധാന്തങ്ങളിൽ പ്രവചനങ്ങളിൽ മതിമയങ്ങി മനം മയങ്ങി അതിനെ അനുകരിച്ച് അതിന്റെ പിന്നിൽ പോയിക്കഴിഞ്ഞാൽ ആത്മീയ ജീവിതം അർദ്ധവിരാമമായി അവസാനിപ്പിച്ചു വരുന്നതായ അനവധി ആൾക്കാരെ കാണാനെ കൊണ്ട് സാധിക്കും. ഒരിക്കലും വഴിപഴിപ്പിക്കാത്തതായ മാർഗം അനുഭവസമ്പന്നന്മാരായ ആചാര്യന്മാരുടെ മാർഗമാണ്. ഈ ഭാഗവതം ശിഷ്യപ്രശിഷ്യ പരമ്പര വഴിയായി പകർന്നു കിട്ടിയതാണ്. അതുകൊണ്ട് തന്നെയാണ് നിഗമകൽപ്പതരോർഗളിതം ഫലം, നിഗമമാകുന്ന കൽപ്പതരുവിൽ നിന്നും പതിച്ചതായ ഫലമാണ്, അഥവാ ഒഴുകിയതായ ഫലമാണ്. വേദങ്ങൾക്ക് നിഗമം എന്ന് പേര്. നിഗൂഢാർത്ഥങ്ങളെ പ്രതിപാദിക്കുന്നത് കൊണ്ടാണ് വേദങ്ങൾക്ക് നിഗമം എന്ന് പേര്. അനവധി ആത്മീയ തത്വങ്ങളെ ഉള്ളിലൊതുക്കിയിരിക്കുന്നതായ അക്ഷയഖനികളായിട്ടാണ് നമ്മളുടെ ശാസ്ത്രങ്ങളെല്ലാം തന്നെ ആചാര്യന്മാർ അരുളി ചെയ്തിരിക്കുന്നത്. അതിന്റെ ഉള്ളിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ അതിന്റെ ആത്മീയ രസം നുകരാനെ കൊണ്ട് സാധിക്കൂ. നമ്മൾക്കറിയാം, വേദാൽ ശാസ്ത്രം പരം നാസ്തി, വേദത്തിൽ ഉപരിയായിരിക്കുന്ന ഒരു ശാസ്ത്രമില്ല. ആ വേദത്തില് ആദ്യ വേദമായ ഋഗ്വേദത്തില് ആദ്യം അഗ്നിയെ സ്തുതിച്ചുകൊണ്ട് അങ്ങ് ആരംഭിക്കുന്നു. അഗ്നിമേളെ പുരോഹിതം. വിശ്വാമിത്രന്റെ പുത്രനായ മധുച്ഛന്ദസാണ് അതിന്റെ ദ്രഷ്ടാവായിരിക്കുന്നത്. എന്തുകൊണ്ട് അഗ്നിയെ സ്തുതിച്ച് നമ്മളുടെ ശാസ്ത്രം ആരംഭിക്കാനിടയായി? ഈ ശാസ്ത്രത്തിന്റെ നിഗൂഢാർത്ഥങ്ങളെ പ്രതിപാദിക്കുന്നതായ ശാസ്ത്രത്തിന്റെ പൊരുളറിയാത്തതായ സായിപ്പ് നമ്മളുടെ ശാസ്ത്രങ്ങളെല്ലാം വളച്ചൊടിച്ച് വികൃതമാക്കി മാക്സിമം ഉള്ളവരെ പോലെയുള്ളതായ കള്ളന്മാര് നമ്മെ പറഞ്ഞു പറ്റിച്ചതായ പാഠം എന്താ? ഹിന്ദുക്കളെന്ന പേരായാൽ അത് സിന്ധു നദിക്കരയിലിരുന്ന ആൾക്കാരാണ്. അവർ മഴ പെയ്യുന്നതിനെ കണ്ടിട്ടും കാട്ടുതീയെ കണ്ടിട്ടും എല്ലാം പേടിച്ചു ചൊല്ലിയതായ സംസ്കൃത ശ്ലോകങ്ങളാണ് വേദങ്ങളായി വന്നത്. ഇവരെ പൂർവികന്മാർ ചൈനയിൽ നിന്നും മംഗോളിയിൽ നിന്നും കുടിയേറി പാർത്ത ആൾക്കാരാണ്. ഇങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞു പറ്റിച്ചത്? നമ്മളെ പൂർവികന്മാർ പരദേശികളാണെന്നും അറിവില്ലാത്ത ആൾക്കാരാണെന്നും ആര് പറഞ്ഞു? ഇന്നത്തെ പച്ചപരിഷ്കാരത്തിന്റെ പ്രവക്താക്കളായ പാശ്ചാത്യന്മാരുടെ, യൂറോപ്യന്മാരുടെ മുതുമുത്തച്ഛന്മാര് ശരീരത്തിൽ നീല ചായം തേച്ച് കാട്ടിൽ കാട്ടാളന്മാരായി കഴിയുന്ന കാലത്ത് ഭാരതത്തിൽ പവിത്രമായൊരു സംസ്കാരമുണ്ടായിരുന്നു. ഈ ലോകത്തെ മുഴുവൻ നേർവഴിക്ക് നയിക്കാൻ പോകുന്നതായ സനാതന ധർമ്മത്തിന്റെ ഈറ്റല്ലവും ഉറവിടവുമായിരുന്നു പുകൾപെറ്റ പുണ്യഭൂമിയായ ഭാരതത്തിന്റെ പൈതൃകം. ഇവിടുത്തെ ആചാര്യന്മാരൊന്നും അറിയാത്ത ആൾക്കാരായിരുന്നില്ല, എല്ലാം അറിയുന്ന ആൾക്കാരായിരുന്നു. എന്തുകൊണ്ട് അഗ്നിയെ സ്തുതിച്ചുകൊണ്ട് ആരംഭിച്ചു? അഗ്രണീർഭവതി അഗ്നി. നമ്മെ എപ്പോഴും മുന്നോട്ട് നയിക്കുന്നതാണ് അഗ്നി. നമ്മെ എപ്പോഴും മുന്നോട്ട് നയിക്കുന്നത് അറിവാണ്. അറിവിനാൽ അമരനാവാൻ നമ്മളോട് അരളിയതായ പാരമ്പര്യമാണ് നമ്മുടെ പൂർവികന്മാർക്കുള്ളത്. ഭാരതം എന്ന് വെച്ചാൽ തന്നെ ഭാരതീയൻ ഭായിൽ രതിയുള്ളവനാണ്, ജ്ഞാനത്തിൽ താല്പര്യമുള്ളതാണ്. അതുകൊണ്ട് കാലത്ത് പറഞ്ഞില്ലേ, ഭാരതത്തിന്റെ പതാക എന്നും കാവ്യപതാകയാണ്. 1930 ഭാരതം സ്വതന്ത്രമാവും എന്ന് വന്നതായ സമയത്ത് ഭാരതം സ്വതന്ത്രമായാൽ എന്തായിരിക്കണം ഭാരതത്തിന്റെ പതാക എന്ന് നിശ്ചയിക്കാൻ ഒരു 7 അംഗ സമിതിയെ ചുമതലപ്പെടുത്തിയതായ സമയത്ത് അതിൽ ഭൂരിപക്ഷ അഭിപ്രായം ഉണ്ടായത് ഹിന്ദുസ്ഥാന്റെ പതാക എന്നും കാവ്യമായിരിക്കണമെന്ന്. അന്ന് ഭാരതീയ സംസ്കാരത്തിൽ വിശ്വാസമില്ലാതിരുന്ന, ഭാരതത്തിൽ ജനിച്ച് ലണ്ടനിലെ പള്ളിമണികൾ കേട്ട് വളർന്നതായ ആദ്യത്തെ പ്രധാനമന്ത്രി അന്ന് പറഞ്ഞു അത്രേ അതൊരു മതത്തിന്റെയാണ്, വർഗീയമാണ്, വേണ്ട എന്ന് പറഞ്ഞങ്ങ് മാറ്റി. എന്തുകൊണ്ട് ഭാരതത്തിന്റെ പതാക അന്നും ഇന്നും എന്നും കാവ്യ പതാക എന്ന് പറയുന്നു? കാവി അഗ്നിയുടെ പ്രതീകമാണ്, അഗ്നി അറിവിന്റെ പ്രതീകമാണ്. പതാക എന്ന് വെച്ചാൽ പതനത്തിൽ നിന്ന് കാക്കുന്നതാണ് പതാക. നമ്മൾക്കൊരിക്കലും വീഴ്ച പറ്റാതിരിക്കണമെങ്കിൽ എല്ലാറ്റിലും ഉപരിയായിട്ട് അറിവിനെ നേടണം. എല്ലാറ്റിലും ഉപരിയായി അറിവിനെ അറിഞ്ഞ് ആദരിക്കുന്നതായ പാരമ്പര്യം ഇന്നും ഈ ഭാരതത്തിൽ മാത്രമേ ഉള്ളൂ. നോക്കൂ, ലോകത്തിലെ 52 മുസ്ലിം രാഷ്ട്രങ്ങൾ സമ്പന്ന രാഷ്ട്രങ്ങളാണ്.
പക്ഷേ ഇന്നവർ ഏതെങ്കിലും ഒരു മുസ്ലിം രാഷ്ട്രത്തിൽ ചൊവ്വയിലേക്കോ ചന്ദ്രനിലേക്കോ ഒരു പേടകം അയച്ചതായ കഥ കേട്ടിട്ടുണ്ടോ, വായിച്ചിട്ടുണ്ടോ? നമ്മൾ അത്താഴപ്പട്ടിണി അരവയറൊക്കെ ആണെങ്കിലും ഇവിടുന്ന് ഒരു പെട്ടി അയച്ച് ചൊവ്വയിലേക്ക് പോയ പെട്ടി തിരിച്ചു വരുമോ ഇല്ലയോ വേറൊരു വശം. പക്ഷെ പെട്ടി അയക്കാൻ പ്രാപ്തരായി. പറഞ്ഞു വന്നത്, ഇത് അറിവിന്റെ നാടാണ്. നിഗൂഢാർത്ഥങ്ങളെ പ്രതിപാദിക്കുന്നതായ ആ പരമശാസ്ത്രത്തിന്റെ, വേദത്തിന്റെ പരിപക്വമായ ഫലമാണ്, ഒഴുകിയെത്തിയതാണ് ഈ ഭാഗവതം. മുകളിൽ നിന്നും പഴം താഴെ വീണ് കഴിഞ്ഞാൽ അത് പൊട്ടിച്ചിതറി പോവില്ലേ? അതിനാണ് ഗളിതം. ഇത് ഒഴുകിയതാണ്, ശിഷ്യപ്രശിഷ്യ പരമ്പര വഴിയായി പകർന്നു കിട്ടിയതാണ്. ശിഷ്യപ്രശിഷ്യ പരമ്പര വഴിയായി പകർന്നു കിട്ടിയതായ ഈ ശ്രീമദ് ഭാഗവതം അനുഭവ സമ്പന്നന്മാരായ ആചാര്യന്മാരുടെ തിരുമുഖ കമലത്തിലൂടെ വഴിഞ്ഞൊഴുകിയതാണ് എന്നുള്ളതുകൊണ്ട് അർത്ഥശങ്കയ്ക്ക് അവകാശമില്ലാത്ത രീതിയിൽ നിങ്ങൾക്കിതിനെ സ്വീകരിക്കാം. സദാസേവ്യാം. പിന്നെ എപ്പോഴൊക്കെ വേണം? ഇന്നപ്പോഴെന്നുള്ളതില്ല, എപ്പോഴും വേണം. ഈ ഭാഗവത സേവ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും കാലത്ത് വൈകുന്നേരം കുറച്ച് അധ്യായം വായിക്കുക, കുറച്ച് പ്രഭാഷണം കേൾക്കുക, അത് കഴിഞ്ഞാൽ കഴിഞ്ഞു എന്ന രീതിയിലല്ല. എപ്പോഴും നിത്യനിരന്തരാനുസന്ധാനം ഉണ്ടാവണം. പലർക്കും ഒരു സംശയിക്കേണ്ട, പല അമ്മമാരും ചോദിക്കാറുണ്ട്, രാത്രി ഭാഗവതം വായിക്കാമോ, സന്ധ്യയ്ക്ക് രാമായണം വായിക്കാമോ? അവർക്ക് അങ്ങനെയൊക്കെയാണ് സംശയം. എന്തുകൊണ്ടാണ് സന്ധ്യയ്ക്ക് രാമായണം വായിക്കരുത്? അവർ ചോദിക്കുന്നത്, സന്ധ്യയ്ക്ക് ആഞ്ജനേയ സ്വാമി സന്ധ്യാവന്ദനത്തിന് പോകുന്നു എന്നാണ്. ആഞ്ജനേയ സ്വാമി സന്ധ്യാവന്ദനത്തിന് പോകുന്നു, എന്തായാലും ആഞ്ജനേയ സ്വാമിയുടെ സന്ധ്യാവന്ദനം കഴിഞ്ഞ് വരുന്നവരെ നമുക്കൊരു സീരിയൽ കാണാം എന്ന് പറഞ്ഞ സീരിയൽ കാണാനിരിക്കും. ആഞ്ജനേയ സ്വാമിയുടെ സന്ധ്യാവന്ദനത്തിന് വേണ്ടിയിട്ടല്ല നമ്മളുടെ രാമായണം വായന സന്ധ്യയ്ക്ക് നിർത്താൻ പറഞ്ഞിരിക്കുന്നത്. സന്ധ്യാവന്ദനാദി കർമ്മങ്ങൾ ചെയ്യുന്നതായ ആൾക്കാർ സന്ധ്യ മുട്ടിക്കരുത്, അത് ചെയ്യണം. ഇന്നപ്പോഴേ ഭാഗവതം വായിക്കാവൂ എന്നുള്ളതില്ല, എപ്പോഴും വായിക്കാം, ആർക്കും വായിക്കാം. കലികാലത്തെ സ്വാധ്യായ ഗ്രന്ഥമാണ്. ഇന്ന ജാതിയിലെ, മതത്തിലെ, ദേശത്തിലെ ഇന്ന പ്രകാരത്തിലുള്ള ആൾക്കാർ, സ്ത്രീക്ക്, പുരുഷൻ, അങ്ങനെ യാതൊരു ഭാവഭേദങ്ങളുമില്ല. സ്വല്പം പോലും ഒരു വിഭാഗീയതയില്ലാതെ എല്ലാറ്റിനെയും ഉൾക്കൊള്ളാൻ പോകുന്നതായൊരു സംസ്കാരമാണ് നമ്മുടെ ഭാരതീയ സംസ്കാരം. നിഷേധിക്കാനും നിരസിക്കാനുമല്ല, സ്വീകരിക്കാനും സ്വാംശീകരിക്കാനുമാണ് നമ്മെ എപ്പോഴും പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആർക്കും വായിക്കാം, എപ്പോഴും വായിക്കാം. എന്താ? ശ്രീമദ് ഭാഗവതീ കഥ. ശ്രീമത്തായിടം ഈ ഭാഗവത്തിന്റെ കഥ. ശ്രീമദ് ഭാഗവതേ മഹാമുനികൃതേ. എന്താ ഭാഗവത്തിന്റെ വൈശിഷ്ട്യം? നമ്മുടെ അനുഭവ സമ്പന്നന്മാരെ ആചാര്യന്മാരുടെ ഒരു മഹത്വം. പറയാനുള്ള കാര്യം കാച്ചിക്കുറുക്കി മണിമുത്തുകളായിട്ടങ്ങ് പറയും. ആദ്യമേ തന്നെ ചുരുക്കമായിട്ടങ്ങ് പറയും. മനസ്സിലാക്കേണ്ടവൻ അതുകൊണ്ട് മനസ്സിലാക്കും, അത് മനസ്സിലാക്കാത്ത ആൾക്കാർക്ക് വേണ്ടി പിന്നീട് വിസ്തരിക്കും. ശ്രീമദ് ഭാഗവതേ മഹാമുനികൃതേ, അല്ലെങ്കിൽ ശ്രീമദ് ഭാഗവതീ കഥ. ശ്രീമത്തായിടം ഈ ഭാഗവതിങ്കൽ. എന്തുകൊണ്ട് ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നു എന്നാണെങ്കിൽ, ശ്രീ സഹിതമായിരിക്കുന്ന ഭാഗവതത്തിങ്കൽ. നമ്മളുടെ വിശ്വാസപ്രകാരം എന്താരംഭിക്കുന്ന സമയത്തും ശ്രീ എന്ന് എഴുതി ആരംഭിച്ചു കഴിഞ്ഞാൽ അത് ശുഭമായി തീരും. സായിപ്പിന്റെ ഭാഷയിലാണെങ്കിൽ അഡ്രസ്സൊക്കെ എഴുതുന്ന സമയത്ത് പുരുഷന്മാർക്ക് മിസ്റ്റർ എന്ന് വയ്ക്കും, അമ്മമാർക്കാണെങ്കിൽ മിസ്സിസ് എന്ന് വയ്ക്കും. നമ്മളുടെ ഭാഷയിലാണെങ്കിൽ പുരുഷന്മാർക്ക് ശ്രീ എന്ന് വയ്ക്കും, അമ്മമാർക്ക് ശ്രീമതി എന്നില്ല, ശ്രീ തന്നെയാ. തെറ്റായിട്ടുള്ളൊരു പ്രയോഗമാണ് ശ്രീമതി എന്ന്. നമ്മൾ ലളിതാ സഹസ്രനാമം ജപിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ജപിക്കാറ്? ഓം ശ്രീമതി മാതാ ശ്രീമതി മഹാരാജ്ഞി പറയാറുണ്ടോ? ഇല്ലല്ലോ. ശ്രീ എന്നുള്ളത് ആത്മവാചിയാണ്. അവിടെ സ്ത്രീലിംഗ പുല്ലിംഗ ഭേദമില്ല. ആത്മാവിന് ആൺ പെൺ ഭേദമില്ല. ഇത് പെണ്ണാത്മാവാ, അത് ആണാത്മാവാ, അങ്ങനെ ഇല്ല. ആത്മാവ് എന്ന് ഏകമാണ്. അഡ്രസ് എഴുതുന്നതിന് മുന്നെയാണ് ശ്രീ കുറിക്കുന്നത്. അഡ്രസ് ദേശകാലങ്ങളെ കുറിക്കുന്നതാണ്. ദേശകാലങ്ങൾക്ക് ആധാരമായിരിക്കുന്ന ഒരു ആത്മതത്വമുണ്ട് എന്ന അവബോധത്തോടു കൂടിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് എങ്കിൽ എല്ലാം മംഗളമായി തീരും. അതുകൊണ്ട് ആ ശ്രീ എന്നെഴുതിയാൽ എല്ലാം മംഗളമാവും എന്ന് പറയുന്നതിന്റെ താല്പര്യം. എന്തിനാണ് ഭാഗവതം പഠിപ്പിക്കുന്നത്? തന്നിൽ താനായി വിളങ്ങുന്നതായ ആ ആത്മതത്വത്തെ അറിഞ്ഞ് അനുഭവിക്കാനായിക്കൊണ്ട്. തന്നിൽ താനായി വിളങ്ങുന്നതായ ആത്മതത്വത്തെ അറിയാൻ വഴിവെക്കുന്നില്ല നമ്മളുടെ പഠനപാഠനാദികൾ എങ്കിൽ ശ്രമയേവഹി കേവലം എന്നാണ് ഭാഗവതം പറയുന്നത്. കേവലം കായക്ലേശം എന്ന് മാത്രമേ ഉള്ളൂ. കാലം കലികാലമാണ്, ദോഷങ്ങളുടെ നിധിയാണ്.
എങ്ങു നോക്കിയാലും അധർമ്മവും അക്രമവും അരങ്ങ് തകർക്കുന്നതായ കാലമാണ്. ഈ അധർമ്മത്തിന്റെ യുഗത്തില്, അധർമ്മം കൊടുകുത്തി വാഴുന്നതായ ഈ അവസ്ഥയിൽ ധർമ്മ സംസ്ഥാപനത്തിലുള്ളതായ മാർഗം, ശാശ്വത ശാന്തിക്കുള്ളതായ മാർഗം എന്താണ്? ആ ആത്മസ്മരണമാണ്. നമ്മൾക്ക് ആത്മസ്മരണ കൈവിട്ടു പോയതാണ് എല്ലാ കലിയുടെ കോലാഹലങ്ങളും അധികരിക്കാൻ ഇടയ്ക്ക് തീർത്തിരിക്കുന്നത്. തന്നിൽ താനായി വിളങ്ങുന്നതായ ആത്മഭാവത്തിലോട്ട് ഉണരണം, ഉയരണം. അതെങ്ങനെ? എന്താണൊരു മാർഗം? ശ്രീമദ് ഭാഗവതേ. അങ്ങനെ ആത്മഭാവത്തിലോട്ട് ഉണർത്തുന്നതാണ് ശാരീരിക, മാനസിക, ബൗദ്ധിക അവസ്ഥകളിൽ, ശരീരമനോബുദ്ധികളാകുന്ന ഉപാധികളിൽ ബന്ധിച്ച് നാനാവിധ പ്രശ്നങ്ങളും പ്രശ്നപരിഹാരങ്ങളുമായി കുട്ടോട്ടവും നെട്ടോട്ടവും ഓടിക്കൊണ്ടിരിക്കുന്നതായ ജീവന്മാരോട് പറയുകയാണ്, എന്താണൊരു മാർഗം? ശ്രീമദ് ഭാഗവതേ. ആത്മഭാവത്തിലോട്ട് ഉണർത്തുന്നതാണ് ഈ ഭാഗവതം. അതുകൊണ്ട് തന്നെയാണ് ഈ ഭാഗവതത്തിന്റെ ഗൗരവത്തെക്കുറിച്ച് നമ്മെ ബോധിപ്പിക്കാനായിക്കൊണ്ട് ഓരോ അധ്യായം സമർപ്പിക്കുന്നതായ വേളയിലും ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം, ഇത് പരമഹംസ സംഹിതയാണ്. കളിക്കാനുള്ളതല്ല, കച്ചവടത്തിനുള്ളതല്ല. ആ ആത്മരസം നുകരാനെ കൊണ്ട് സാധിക്കണം, ആത്മഭാവത്തിലോട്ട് ഉയരാൻ സാധിക്കണം. നമ്മളുടെ ആചാര്യന്മാര് നിഷ്പ്രയോജനമാകുന്നതായ ഒരു വാക്കോ പ്രവൃത്തിയോ അവരുടെ ചരിത്രത്തിൽ നമ്മൾക്കൊരിക്കലും കാണാൻ സാധ്യമല്ല. നമ്മുടെ ചരിത്ര ഗ്രന്ഥങ്ങളായ പുരാണങ്ങളിൽ കാണാൻ സാധ്യമല്ല. ഉള്ളതിന് ഉള്ളതുപോലെ അരുളി ചെയ്തതായ മഹാത്മാക്കള് ആ ആത്മഭാവന നമ്മളിൽ സഹജ സംസ്കാരമായി തീരാൻ, ഊട്ടി ഉറപ്പിക്കാൻ പര്യാപ്തമായ പുരാണമായിട്ടാണ് ഭാഗവത്തെ വീക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ശ്രീമദ് ഭാഗവതേ. പിന്നെ വേറൊരർത്ഥം, ശ്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാധ എന്നർത്ഥം. രാധാസഹിതമായ ഈ ഭാഗവതത്തിങ്കൽ. രാധ എന്ന് വെച്ച് കഴിഞ്ഞാലോ, ഈ വൈദിക പദങ്ങളുടെ സാങ്കേതിക അർത്ഥം മനസ്സിലാക്കാൻ ഒന്ന് തിരിച്ചു വായിച്ചാൽ മതി എന്ന് പറയും. രാധ എന്നെഴുതി തിരിച്ചു വായിച്ചാൽ എന്താ? ധാര, മനസ്സിൻ്റെതായ ധാരയായ പ്രവാഹം, മനസ്സ് അനുസ്യൂതമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നതായ അഭങ്കരമായിരിക്കുന്ന അഖണ്ഡവൃത്തി. നമ്മൾക്ക് ഏറ്റവും കൂടുതൽ സ്മരണ ആരെക്കുറിച്ചായിരിക്കും? ഒരു ദിവസം നമ്മൾ ഏറ്റവും കൂടുതൽ ഓർക്കുന്നത് ആരെക്കുറിച്ചായിരിക്കും? ഒക്കെ പല ആൾക്കാരെയും ഉണ്ടാവും സ്വാമി, അല്ലേ? ഓരോരുത്തർക്കും ഓരോ രീതിയിലാവും. ഒരമ്മയെ സംബന്ധിച്ചിടത്തോളം ആ അമ്മ ഏറ്റവും കൂടുതൽ ഓർക്കുന്നത് ആരെയായിരിക്കും? മകനെ ആയിരിക്കും, മക്കളെ ആയിരിക്കും. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഭഗവാനെ കുറിച്ചായിരിക്കും. നമ്മൾക്ക് സ്മരണ അനുസ്യൂതമായിട്ട് ഭഗവാനിലോട്ട് ഒഴുകണമെങ്കിൽ നമ്മൾക്ക് പരമപ്രേമം ഭഗവാനിലോട്ടായിത്തീരണം. നമ്മൾക്ക് ഏതിനോടാണോ ഒരു പ്രതിപത്തി, ഇഷ്ടം, ഒരു വാത്സല്യം, അതായിരിക്കും നമ്മുടെ മനസ്സിൽ കൂടുതൽ കൂടുതൽ പൊന്തി വരാനിടയായി തീരുക. നമ്മൾ ഓരോരുത്തരും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെയാ? അതൊക്കെ ഇപ്പൊ പറയാൻ പറ്റുമോ? ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെയാ? നിങ്ങളുടെ ഡെപ്പോസിറ്റ് മുഴുവൻ ഭർത്താവിന്റെ പേരിൽ എഴുതി വയ്ക്കുമോ? അശോ, നാളെ ഉപേക്ഷിച്ചാലോ? ഡെപ്പോസിറ്റ് മുഴുവൻ മക്കളുടെ പേരിൽ എഴുതി വയ്ക്കുമോ? അയ്യോ, നാളെ നോക്കാതായാലോ? പിന്നെ ആരുടെ പേരിലേ വയ്ക്കൂ? സ്വന്തം പേരിൽ. അപ്പൊ പൂർണ്ണ വിശ്വാസം ആരെയാ? അവനവനെ തന്നെയാ. പൂർണ്ണ വിശ്വാസം ആരെയാണോ അവരെ പൂർണ്ണമായി സ്നേഹിക്കൂ. അതുകൊണ്ട് പൂർണ്ണമായി സ്നേഹിക്കുന്നത് തന്നെ തന്നെയാണ്. തനിക്ക് തന്നോടുള്ളതായ സ്നേഹം കഴിഞ്ഞേ ഉള്ളൂ വേറൊരാളോടുള്ള സ്നേഹം. തനിക്ക് തന്നോടുള്ളതായ സ്നേഹം എന്ന് പറയുകയാണെങ്കിൽ താൻ ആരാ? ഞാൻ ഈ ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, ശിവകേവലോഹം, ഞാൻ ആ ആത്മസ്വരൂപിയാണ്. ആ ആത്മസ്വരൂപിയാണ് ഞാൻ എന്നതായ ആ അറിവിനെ കൊണ്ടേ ഈ പ്രേമം സഹജമായി തീരുള്ളൂ. ഭാഗവതം നമ്മൾക്ക് ഉപദേശിച്ചിരുന്നതായ മഹാവാക്യം എന്താണ്? സത്യം പരം ധീമഹി. ഒന്നാമത്തെ ശ്ലോകം കൊണ്ട് ലക്ഷ്യത്തെ ബോധിപ്പിക്കുകയാണ്. എന്താണ് ലക്ഷ്യം? പരമായ സത്യമാണ്. എന്തുകൊണ്ട് പരമായ സത്യം എന്ന് പറഞ്ഞിരിക്കുന്നു എന്നാണെങ്കിൽ, ഇപ്പോ രണ്ടമ്മമാരിയ്ക്കുന്നുണ്ട്, ഒരു കല്യാണിക്കുട്ടിയും ഒരു ലക്ഷ്മിക്കുട്ടിയും.
ലക്ഷ്മൻകുട്ടി ആള് നല്ല ആളാട്ടോ. എന്നുവെച്ചാൽ എന്താ അർത്ഥം? കല്യാണിക്കുട്ടി പോക്കാ. അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ പരമമായ സത്യത്തെ ധ്യാനിക്കണേന്ന് പറയുകയാണെങ്കിൽ പരമമല്ലാത്തതായൊരു സത്യമുണ്ട് എന്ന് വിവക്ഷിതം. മഹാത്മാക്കൾ പറയും വ്യാവഹാരിക സത്യം, പ്രാതിഭാസിക സത്യം, പാരമാർത്ഥിക സത്യം 3 പ്രകാരത്തിലാണ് സത്യത്തെ നിർദ്ദേശിച്ചിരിക്കുന്നത്. വ്യാവഹാരിക സത്യത്തിന് ഉദാഹരണമാണ് ജഗത്ത്, പ്രാതിഭാസിക സത്യത്തിന് ഉദാഹരണമാണ് ജീവൻ, പാരമാർത്ഥിക സത്യത്തിന് ഉദാഹരണമാണ് ഇല്ലെങ്കിൽ പാരമാർത്ഥിക സത്യമാണ് ആത്മസ്വരൂപം. അനുഭവിക്കുന്ന സമയത്ത് മാത്രം സത്യത്തെ ഉള്ളതും അത് കഴിഞ്ഞാൽ ഇല്ലാത്തതും അതാണ് ഈ ജഗത്ത്. അവിചാരസുന്ദരം ദൃശ്യം. ഈ ദൃശ്യം കാണപ്പെടുന്നതായ ലോകം വിചാരശീലന്മാരല്ലാത്തവർക്ക് ഇത് മനോഹരമാണ്. ഈ ലോകം മുഴുവൻ എവിടെയിരിക്കുന്നു? നമ്മളിപ്പോൾ എവിടെയായിരിക്കുന്നത്? ഈ പറളിക്കാട് നൈമിശാരണത്തിലിരിക്കുന്നു. ഈ നൈമിശാരണം തൃശ്ശൂർ ജില്ലയിലിരിക്കുന്നു. തൃശ്ശൂർ ജില്ല കേരളത്തിലിരിക്കുന്നു. കേരളം ഇന്ത്യയിലിരിക്കുന്നു. ഇന്ത്യ ഏഷ്യയിലിരിക്കുന്നു. ഏഷ്യ ഭൂമിയിലിരിക്കുന്നു. ഭൂമി എവിടെ ഇരിക്കുന്നു? പ്രപഞ്ചത്തിലിരിക്കുന്നു. പ്രപഞ്ചം എവിടെ ഇരിക്കുന്നു? പ്രപഞ്ചം എന്നാൽ എന്ത്? പ്രപഞ്ചം എന്നാൽ ഒരൊറ്റ വാക്കിൽ പറയാൻ സാധിക്കുക അനുഭവമാണ്. കണ്ടിട്ട് കേട്ടിട്ട് സ്പർശിച്ചിട്ട് ഘ്രാണിച്ചിട്ട് രുചിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാവുന്ന 5 ഇന്ദ്രിയങ്ങളെ കൊണ്ടുണ്ടാവുന്ന അനുഭവമില്ലെങ്കിൽ നമ്മൾക്ക് പ്രപഞ്ചമില്ല. അപ്പൊ പ്രപഞ്ചം അനുഭവമാണ്. ഈ അനുഭവങ്ങളെല്ലാം എന്തിനെ കൊണ്ട് അനുഭവിക്കുന്നു? മനസ്സിനെ കൊണ്ട് അനുഭവിക്കുന്നു. അപ്പൊ പ്രപഞ്ചം മുഴുവൻ എവിടെ ഇരിക്കുന്നു? മനസ്സിലിരിക്കുന്നു. ഈ മനസ്സ് എന്ന് വെച്ചാൽ എന്താ? ചിന്തകളുടേതായ പ്രവാഹം. ചിന്തകൾ എന്നും മാറിക്കൊണ്ടിരിക്കുന്നതാണ് എന്നുള്ളത് കൊണ്ട് അതൊരിക്കലും ഉള്ളതല്ല. സത്യം എന്ന വാക്കിനർത്ഥം മാറാതിരിക്കുന്നതാണ് സത്യം. ചിന്തകൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് സത്യമല്ല. അപ്പോൾ സത്യമല്ലാത്ത ചിന്തയിൽ മനസ്സിലിരിക്കുന്നതായ ഈ ജഗത്ത് സത്യമാണോ? ഒരിക്കലും അല്ല. ഈ ലോകം സത്യമല്ല എന്നൊക്കെ എത്ര നേരം പറയും? ഇവിടെ നിന്ന് എഴുന്നേൽക്കുന്നവരുമാണ് ഈ പറയും. അവിടെ കാപ്പിക്ക് പോയ സമയത്താ മുന്നിലിരിക്കുന്ന ആൾക്ക് വരെ കാപ്പി കൊടുത്ത് നമ്മൾക്ക് കിട്ടിയില്ല. അപ്പാവാം ഏതാ സത്യം എന്നുള്ളത്. അവിചാരസുന്ദരം ദൃശ്യം. വിചാരം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഏതൊരാൾക്ക് ഇത് ബോധ്യമായി തീരും. ഈ ലോകം എന്ന് പറയുന്നത് ഒരു കാലത്തും ഇല്ലാത്തതാണ്, വ്യാവഹാരിക സത്യമാണ് എന്ന്. പ്രാതിഭാസിക സത്യം അത് ജീവനാണ്. ഒരു 20 കുടത്തിൽ വെള്ളം നിറച്ച് സൂര്യന് കീഴെ ചെന്ന് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ 20 പ്രതിബിംബങ്ങളുണ്ടാവും. എത്ര കാലം ഉണ്ടാവും? ആ കുടവും വെള്ളം ഉള്ളവരെ, ആ ഉപാധികളുള്ളവരെ. ഈ പ്രതിബിംബങ്ങളാണ് ജീവൻ എന്ന് പറയുന്നത്. സൂര്യൻ ഏകനാണ്, പ്രതിബിംബങ്ങൾ അനവധിയാണ്. ഈശ്വരൻ ഏകനാണ്, ജീവന്മാർ അനവധിയാണ്. ഉപാധി ഉള്ളവരെ മാത്രമേ അതിന് ജീവൻ എന്ന് പറയുവയ്ക്കൂ. കുടത്തിനകത്തും പുറത്തും ആകാശമുണ്ട്. ഏതുവരെ? കുടം ഉള്ളവരെ. ആ ഭിത്തി ഉടഞ്ഞാൽ പിന്നെ ആകാശം ഒന്നേ ഉള്ളൂ. ആത്മസ്വരൂപം ഏകമാണ്. ആ ഏകമായ ആത്മാവിനെയാണ് പരമമായ സത്യം. ആ പരമസത്യത്തെ ഞാൻ ധ്യാനിക്കുന്നേൻ. ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്നീ 3 അനുഭവ മണ്ഡലങ്ങളിലെ അനുഭവങ്ങൾ മാറുമ്പോഴും മാറാതെ ഇരിക്കുന്നതായ ഞാനെന്നതായ അഖണ്ഡബോധം. ഇപ്പോ ജാഗ്രതത്തില് ഭാഗവതം കേട്ടുകൊണ്ടിരിക്കുന്നു. സ്വപ്നത്തില് 10 കോടി രൂപ ലോട്ടറി അടിച്ചു എന്ന് സ്വപ്നം കാണുന്നു. സുഷുപ്തിയില് സുഖമായിട്ട് ഉറങ്ങി ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നു. പിന്നിലിരിക്കുന്ന ഒരാളോട് ചോദിച്ചു, എന്താ പ്രഭാഷണം കേട്ടോ, എന്ത് മനസ്സിലായി ചോദിച്ചു. എന്തിനു പറയാൻ, ഞാൻ ആകെ 2 വാക്കേ കേട്ടുള്ളൂ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, തുടങ്ങുമ്പോഴും നിർത്തുമ്പോഴും. ഒന്നും അറിഞ്ഞില്ല, സുഖമായിട്ട് ഉറങ്ങിയെന്ന്. അല്ലേ? ഊണം കഴിഞ്ഞിരിക്കുന്ന സമയം പറയുന്നത് വേദാന്തം. എങ്ങനെ ഉറക്കം വരാതിരിക്കും? അപ്പോ ജാഗ്രതയിൽ ഭാഗവതം കേൾക്കുന്നു, സ്വപ്നത്തിൽ സ്വപ്നം കാണുന്നു, സുഷുപ്തിയിൽ ഞാൻ ഉറങ്ങുന്നു. ഇത്ര ആൾക്കാർ വന്നിട്ടുണ്ട്. എന്തിനാ വന്നിരിക്കുന്നത്? ഭാഗവതം കേൾക്കാൻ. ഇതിൽ ആര് കേൾക്കുന്നു? ആരാ ഭാഗവതം കേൾക്കുന്നത്? അടുത്തിരിക്കുന്ന ഒരാൾ കേൾക്കുന്നുണ്ടോ ഇല്ലയോ നമ്മൾക്ക് പറയവയ്യ. ബൊമ്മക്കുട്ടി ഇരിക്കും പോലെ എങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്തെങ്കിലും ചോദിച്ചാലാ എന്താ സ്വാമി ഇപ്പൊ ചോദിച്ചേ? അപ്പോഴേ അവർ നോർമൽ സ്റ്റേജിലേക്ക് വരുള്ളൂ. അപ്പോൾ എത്ര ആൾക്കാർ ഇരിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും കേട്ടു എന്ന് പറയവയ്യ. നമ്മൾക്ക് ഒരാളുടെ കാര്യം, നമ്മളുടെ കാര്യം പറയാം. ഞാൻ ഭാഗവതം കേട്ടു. സ്വപ്നം കണ്ട് ഉണർന്ന ഒരാളോട് ആരാ സ്വപ്നം കണ്ടത് എന്ന് ചോദിച്ചാൽ ഞാനാണ് സ്വപ്നം കണ്ടത് എന്ന് പറയും. ഉറക്കം തെളിഞ്ഞ് എഴുന്നേറ്റതായ ഒരാളോട് ആരാ ഉറങ്ങിയത് എന്ന് ചോദിച്ചാൽ ഞാനാണ് ഉറങ്ങിയത് എന്ന് പറയും. അപ്പം ജാഗ്രതത്തിൽ ഞാൻ ഭാഗവതം കേൾക്കുന്നു, സ്വപ്നത്തിൽ ഞാൻ സ്വപ്നം കാണുന്നു, സുഷുപ്തിയിൽ ഞാൻ ഉറങ്ങി. ഭാഗവതം കേൾക്കുന്ന സ്വപ്നം കാണലും ഉറങ്ങലും വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളാണ്. അനുഭവ പരമ്പരകൾ മാറുന്നു. അവിടെ മാറാതിരിക്കുന്നത് എന്താണ്?
ഞാൻ എന്നതായ അഖണ്ഡബോധമാണ്. ആ ഞാനെന്ന ബോധമാണ് ആത്മാവെന്ന് പറയുന്നത്. ബ്രഹ്മേരി പരമാത്മേരി ഭഗവാനിരി ശബ്ദതേ പല പേരുകളിൽ പറയപ്പെടുന്നത്. അപ്പൊ ഞാൻ ആരാ? ആത്മസ്വരൂപിയാണ്. ഞാൻ ആത്മസ്വരൂപി എന്നുള്ളതായ പരമസത്യത്തെ ധ്യാനിക്കുന്നേൻ. ആചാര്യസ്വാമികള് ഭക്തിക്ക് നിർവചനമായിട്ട് പറഞ്ഞു, സ്വസ്വരൂപാനുസന്ധാനം ഭക്തിരിത്യവിധീയതേ. സ്വന്തം സ്വരൂപത്തെക്കുറിച്ചുള്ളതായ അനുസന്ധാനമാണ് ഭക്തി എന്ന് പറയുന്നത്. നാരദ മഹർഷി ചുക്കില്ലാത്ത കഷായമില്ല എന്ന് പറയുന്ന പോലെ നാരദ മഹർഷി ഇല്ലാത്ത പുരാണമില്ല. ആ നാരദ മഹർഷി ഭക്തിക്ക് വേണ്ടിയിട്ടൊരു സൂത്രത്തെ എഴുതിയതായ സമയത്ത് പറഞ്ഞു, സാ തസ്മിൻ പരമപ്രേമസ്വരൂപ. അത് പരമപ്രേമസ്വരൂപമാണ്. പ്രേമെന്ന് വെച്ചാൽ പ്രകർഷേണയുള്ള മമതയാണ് പ്രേമം. വേണ്ട രീതിയിലുള്ള ആത്മാർത്ഥമായ സ്നേഹം അത് ആരോടെ ഉണ്ടാവൂ? തനിക്ക് തന്നോടെ ഉണ്ടാവും. ആ തനിക്ക് തന്നോടുള്ളതായ അനുസന്ധാനം, ഞാൻ ആത്മസ്വരൂപിയാണെന്നുള്ളതായ അനുസന്ധാനം, അതാണ് പരമപ്രേമം. അതാണ് ഭാഗവത പ്രതിപാദ്യമായ ഭക്തി. ഭാഗവതം നൽകുന്നതായ സത്യം പരം ധീമഹി എന്നതായ മഹത്തായ സന്ദേശം. ഈ പരമമായ സത്യത്തെ ധ്യാനിച്ചിട്ടാണ് നമ്മൾ കർമ്മമണ്ഡലത്തിലോട്ട് ഇറങ്ങുന്നത് എങ്കിൽ നമ്മൾക്ക് ഈ ശരീരമനോബുദ്ധികളെ കൊണ്ടുണ്ടാവുന്നതായ ഒരു അപകടങ്ങൾക്കും നമ്മൾ കാരണമായി തീരില്ല. ഞാൻ ആരാ? ആത്മസ്വരൂപി അല്ലേ? ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്നീ 3 അനുഭവമണ്ഡലങ്ങളിലെ അനുഭവങ്ങൾ മാറുമ്പോഴും മാറാതെ ഇരിക്കുന്ന ഞാനെന്ന ബോധം, അതാണ് ആത്മസ്വരൂപം. ശരീരം മാറും, മനസ്സ് മാറും, ബുദ്ധി മാറും. ആര് മാറില്ല? പണ്ട് എങ്ങനെയുണ്ടായിരുന്ന അമ്മ ഒരു 10 കൊല്ലം മുമ്പ് കാണുന്ന സമയത്ത് സൂപ്പർ സ്റ്റാറായി നടന്നതാ. ഇപ്പൊ ഒന്നിനും വയ്യ, വയസ്സായി. ആര് മാറി? ശരീരം മാറി. മനസ്സെന്നും ഒരുപോലെയാണോ? ഇവിടെ വന്നതിന് ശേഷം തന്നെ എവിടെയെല്ലാം പോയി വന്നു കഴിഞ്ഞു. മനസ്സും മാറ്റത്തിന് വിധേയമാണ്. ബുദ്ധി ചെറുപ്പത്തിലെ ബുദ്ധിയാണോ? പ്രായമായാൽ അന്ന് ബാലബുദ്ധിയാണ്, ഇന്ന് പ്രൗഢബുദ്ധിയാണ്. ബുദ്ധിക്കും മാറ്റമുണ്ട്. പക്ഷെ ആർക്ക് മാറ്റമില്ല? ഞാനിന് മാറ്റമില്ല, എനിക്ക് മാറ്റമില്ല. മാറാതിരിക്കുന്ന ആളാരാ? ഞാനാണ്. ഞാൻ ആത്മസ്വരൂപിയാണെന്നുള്ളതായ പരമസത്യത്തെ ധ്യാനിക്കുന്നേൻ. എന്താണ് ഭാഗവതം? നമ്മൾക്ക് ഭാഗവതം കലികാലത്തെ സ്വാധ്യായ ഗ്രന്ഥമാണ്. ഇന്നത്തെ ആധുനിക ലോകത്തിലെ ഈ സമകാലീന പ്രസക്തി ഭാഗവതത്തിന്റെ എന്ത് എന്ന് നോക്കിയാൽ, തന്നെ താനായി കണ്ടുകൊണ്ട് തന്റെ സ്വരൂപത്തെ അറിഞ്ഞുകൊണ്ട് അവനവന്റെ കർമ്മമണ്ഡലത്തിൽ കത്തിജ്വലിക്കാൻ അനുശാസിക്കുന്നതാണ് ഭാഗവതം. ഞാൻ ആത്മസ്വരൂപി എന്നതായ ആ ഭാവന ഉള്ളിൽ ഉണർന്നിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഈ ശരീരമനോബുദ്ധികളെ കൊണ്ടുണ്ടാവുന്നതായ ഏത് ക്ലേശങ്ങളും നമ്മൾക്കൊരിക്കലും ബാധിക്കില്ല. നോക്കൂ, ജാഗ്രത, സ്വപ്ന, സുഷുപ്തികളാകുന്ന അനുഭവമണ്ഡലങ്ങളിൽ അനുഭവങ്ങൾ മാറുമ്പോൾ മാറാതിരിക്കുന്നതായ ബോധമാണ് ഞാനെന്ന് പറഞ്ഞു, ആത്മസ്വരൂപം. അത് കാലം ബാധിക്കാത്തതാണ്. കാലം ബാധിക്കുന്ന എന്തിനാണ്? ശരീരത്തിനാണ്. ഞാൻ ആത്മസ്വരൂപിയായ ഞാൻ ആത്മസ്വരൂപി എന്ന് മറന്ന് കാലം ബാധിക്കാത്തതായ ഞാൻ കാലം ബാധിക്കുന്നതായ ശരീരത്തെ ഞാനെന്ന് കരുതി. അതാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണമായിരിക്കുന്നത്. ഉദ്വിഗ്നബുദ്ധേർ അസദാത്മഭാവാൽ, അസത്തായിരിക്കുന്ന പദാർത്ഥങ്ങളിൽ ആത്മഭാവത്തെ കൊണ്ട്, ഞാനല്ലാത്തതിനെ ഞാനെന്ന് കരുതുന്നത് കൊണ്ടാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണം. ഇപ്പോ നമ്മളുടെ അടുത്ത് ഇവിടെ വെച്ച് പരിചയപ്പെട്ടു. സത്രത്തിലെ നൈമിശാരണത്തിൽ വന്ന സമയത്ത് കുറെ പുതിയ ആൾക്കാരെയൊക്കെ പല ദിക്കുന്നു വന്ന ഭക്തന്മാരുണ്ടല്ലോ, പരിചയപ്പെട്ടു. എന്താ പേരെന്ന് ചോദിച്ചാൽ എന്തു പറയും? ലക്ഷ്മിക്കുട്ടി അല്ലേ? വയസ്സെത്ര? 60 വയസ്സ് എന്ന് പറയും. ഈ ലക്ഷ്മിക്കുട്ടിക്ക് 60 വർഷം മുമ്പ് എന്തായിരുന്നു പേര്? 60 വർഷം മുമ്പ് പേരുണ്ടായിരുന്നുവോ? ഇല്ല. 60 വർഷമായിട്ട് 60 വർഷം മുമ്പാണ് പേരിട്ടത്. അപ്പൊ 60 വർഷം മുമ്പ് എന്താണോ ഉണ്ടായത് അതിനാണ് പേരിട്ടത്. 60 വർഷം മുമ്പ് ഉണ്ടായത് ശരീരമാണ്. അപ്പൊ പേരാരുടെ? ശരീരത്തിന്റെയാണ്. ഞാൻ ആരാ? ആത്മസ്വരൂപിയാണ്. ഈ ലക്ഷ്മിക്കുട്ടി എന്നതായ ശരീരം വേറൊരു ശരീരത്തിൽ വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ചതാരാ? ശരീരമാണ്. ഞാൻ ആരാ? ആത്മസ്വരൂപിയാണ്. ഈ ലക്ഷ്മിക്കുട്ടി എന്ന ശരീരം കുഞ്ഞുങ്ങളെ പ്രസവിച്ചതാരാ? ശരീരമാണ്. ഞാൻ ആരാ? ആത്മസ്വരൂപിയാണ്. അപ്പൊ വിവാഹം കഴിച്ചതും
പ്രസവിച്ചതൊക്കെ ആരാ? ശരീരങ്ങളാണ്. ഞാനാരാ? ആത്മസ്വരൂപിയാണ്. അപ്പോൾ ഭർത്താവോ മക്കളോ ഭാര്യയോ വല്ലതും നമ്മുടെയാണോ? അല്ല. പോയി പറഞ്ഞോളൂ വീട്ടില്. പക്ഷെ നമ്മളുടെയൊക്കെ അവസ്ഥ എന്താ പേരെന്ന് ചോദിച്ചാൽ ഉടനെ പേരങ്ങ് തട്ടിവിടും. ഇന്ന നാട്ടിൽ, ഇന്ന ദിക്കിൽ, ഇന്ന വീട്ടിൽ, ഇന്ന പേരിൽ, ഇന്നവന്റെ ഇന്നയാൾ എന്നുറച്ചു പോയ ജീവ. ഇന്ന നാട്ടിൽ, ഇന്ന ദിക്കിൽ, ഇന്ന വീട്ടിൽ, ഇന്ന ആളുടെ ഇന്ന ആളെന്ന് ഉടനെ തട്ടിവിട്ടും. ആ പറയുന്നൊക്കെ എന്തിനെ കുറിച്ചാ? ശരീരത്തെക്കുറിച്ചാ. കലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കലികാലത്ത് ഒക്കെ ശരീരാഭിമാനികളായി കഴിയുന്ന ആൾക്കാരായിരിക്കും ഏറിയ കൂറും. ഉദ്ധവര് ഭഗവാനോട് കുറെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് ആരാണ് മൂർഖൻ, കച്ച മൂർഖ എന്ന് ചോദിക്കുന്ന സമയത്ത് ശരീരത്തിൽ ഞാനെന്ന ബുദ്ധി ആർക്കുണ്ടോ അവനാണ് മൂർഖൻ എന്ന് പറയുക. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ന് മൂർഖന്മാർ കൂടുതലാ, ശരീരാഭിമാനമുള്ള ആൾക്കാർ കൂടുതലാണ്. ഇവിടെ ഭാഗവതം നമ്മൾക്ക് വരുന്നതായി മഹാവാക്യം സത്യം പരം ധീമഹി, ആ പരമമായ സത്യത്തെ ധ്യാനിക്കുന്നേൻ. ഈ ശരീരമനോബുദ്ധി തലങ്ങളിൽ നിന്നും ഉയർന്നതായ ആത്മഭാവത്തിലോട്ട് എന്ത് മാറിയാലും മാറാതിരിക്കുന്നതായ ആ ആത്മസ്വരൂപയാണ് ഞാൻ എന്നതായി സത്യത്തെ ധ്യാനിക്കുന്നേൻ. നമ്മൾക്ക് കലികാലത്തുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമേകുന്ന ഒരൊറ്റ മൂലിയാണ് ഏകം ഭാഗവതം ശാസ്ത്രം എന്ന് പറഞ്ഞു. എന്താണ് എന്തിനും പരിഹാരമായിരിക്കുന്നതായ ഒരൊറ്റ മൂലിക? ഈ ആത്മസ്മൃതിയാണ്. ഹരിസ്മൃതി സർവവിപദ്യമോക്ഷണം. ഹരിസ്മൃതി സകല അജ്ഞാനമാസകളെയും ഹരിക്കുന്നതായി ആത്മസ്മൃതിയാണ് എല്ലാ ആപത്തുകളിൽ നിന്നും നമ്മൾ കരകയറാനുള്ളൊരു മാർഗം. നമ്മളെ ആരെങ്കിലും പരിഹസിച്ചു, ഇല്ലെങ്കിൽ വഴക്കടിച്ചു, നമ്മൾക്കെതിരെ വല്ലതും പ്രവർത്തിച്ചു, ആർക്കെതിരെ പ്രവർത്തിക്കുന്നത്? ആരെക്കുറിച്ചാണ് പറയുന്നത്? ഈ ശരീരത്തെക്കുറിച്ചാണ്. ഞാൻ ആരാ? ആത്മസ്വരൂപിയാണ്. ആ പരമമായ സത്യസ്വരൂപനാണ് ഞാൻ എന്നതായ ധ്യാനം, ആ ചിന്ത, അനുസന്ധാനം ഉള്ളിലുണ്ടെങ്കിൽ എണ്ണയിലിട്ട കടുകിനെ പോലെ ഒരിക്കലും പൊട്ടിത്തെറിക്കാൻ ഇടയാവില്ല. തന്മതി മറന്ന് അന്നാദിയിൽ പ്രിയമുയർന്ന് ആടലാങ്കടലിൽ ഒന്നായി വീണു വലയും. തന്മതി മറന്ന്, തന്റെ സ്വരൂപത്തെ മറന്ന്, താൻ ആത്മസ്വരൂപിയാണെന്നതായ സത്യം മറന്ന്, അന്നാദിയിൽ പ്രിയമുയർന്ന്, അന്നമയകോശ നിർമ്മിതമായിരിക്കുന്നതായി ഈ ശരീരത്തിൽ പ്രിയമുയർന്ന് ആടലാങ്കടലിൽ ഒന്നായി വീണു വലയും. സംസാര സാഗരത്തിൽ ഒന്നായിട്ടങ്ങ് വീണു വലയും. ആ ആടലാങ്കടലിൽ വീഴാൻ കാരണം തന്മതി മറക്കുന്നത് കൊണ്ടാണ്, സ്വരൂപത്തെ, ആത്മസ്വരൂപത്തെ മറക്കുന്നത് കൊണ്ടാണ്. അല്ല മറുമരുന്ന് സത്യം പരം ധീമഹി, ആ പരമമായ സത്യത്തെ ധ്യാനിക്കുന്നേൻ. ഇത് വേണ്ട രീതിയിൽ ആത്മാർത്ഥമായിട്ടാണ് ശ്രവിക്കുന്നതെങ്കിൽ, അനുഭവസമ്പന്നനായ ഒരു ആചാര്യന്റെ മുഖത്തിൽ നിന്നും ഇത് കേൾക്കുകയാണെങ്കിൽ, യസ്യ ശ്രവണമാത്രേണ, ഇത് ശ്രവണമാത്രം കൊണ്ട് തന്നെ ആ പരമമായ ഭാവത്തിലോട്ട് നിങ്ങളെ എത്തിക്കുന്നതാണ്. തൽക്ഷണാത് സദ്യോഹൃതി അവരുദ്ധ്യതേ, കേൾക്കാനെന്നുന്നോരുടെ ഉള്ളിൽ തൽക്ഷണം തന്നെ ഈശ്വരൻ കുടികൊള്ളും. നാളേക്ക് എന്നവർ നീട്ടിവെക്കാതെ ഇപ്പോൾ ഇവിടെ വെച്ച് തന്നെ ഏതൊരാൾക്കും ഈ ആത്മാനുഭവം ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. കലികാലത്തിന്റെ ഒരു വിശേഷത എന്താ? പിന്നേക്ക് നാളേക്ക് എന്ന് പറഞ്ഞാലൊന്നും ആൾക്കാർക്ക് ക്ഷമയില്ല. ഈശ്വരസാക്ഷാത്കാരം വേണ്ടേ? വേണം. എന്നാ നാളെ മുതൽക്ക് രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് ഒരു 4 മണിക്കൂർ ശീർഷാസനത്തിൽ നിന്ന് ഒരു 40 കൊല്ലം അങ്ങനെ നിന്നോളൂ എന്നൊക്കെ പറയുകയാണെങ്കിൽ പറ്റുമോ പരിപാടി? നേരാവണ്ണം ഇരിക്കാനേ വയ്യ. 40 വർഷം തലകീഴായി നിൽക്കണം എന്നൊക്കെ പറയുകയാണെങ്കിൽ, ഈ ശബരിമലയ്ക്ക് പോകുന്ന ആൾക്കാർ ശരണം വിളിക്കുന്നത് കണ്ടില്ലേ, മുദ്രാവാക്യം വിളിക്കുന്ന പോലെ, അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും. എപ്പോൾ കിട്ടും? ഇപ്പൊ കിട്ടും അല്ലേ? ഇപ്പൊ കിട്ടുന്ന കണ്ടാലേ ആരും അതിന് തയ്യാറാവുള്ളൂ അല്ലേ? നമ്മൾക്ക് നമ്മളുടെ സനാതന ധർമ്മപ്രകാരം ഈശ്വര സാക്ഷാത്കാര മോക്ഷം എന്ന് പറയുന്നത് അങ്ങെങ്ങോ ഏതോ ഒരു ദൈവലോകത്ത് ഒരു ദൈവപുത്രനോടൊപ്പം ചെന്നിട്ട് എന്നുള്ളതല്ല, ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മൾക്ക് അനുഭവിക്കാൻ സാധിക്കണം. മാം പ്രത്യേകാത്മാനം ഇഹ അവരുന്ധേ. നമ്മൾക്ക് ഇപ്പോൾ ഇവിടെ ആത്മാനുഭവ സമ്പന്നന്മാരെ ജീവിതം ആനന്ദപൂർണമാക്കി തീർക്കണം. നമുക്ക് അങ്ങ് എന്ന് അനുഭവിക്കേണ്ടതല്ല, ഇവിടെ ഇപ്പോൾ അനുഭവിക്കാനുള്ളതാണ്. നമ്മൾക്ക് ആ ആത്മാനുഭവത്തിലോട്ട് ഓരോ ജീവനെ ഉണർത്താനുള്ളതായ മാർഗം, നമ്മളുടെ ജീവിതം ആനന്ദ തുന്തലമാക്കി തീർക്കാനുള്ളതായ പ്രായോഗിക മാർഗം പഠിപ്പിക്കുന്നതാണ് ശ്രീമദ് ഭാഗവതം.
ഒരു ദേശത്ത് 3 സുഹൃത്തുക്കളുണ്ടായിരുന്നു അത്രേ. ഒരാള് മലപ്പുറത്തു നിന്ന് വന്നതായ അബ്ദുളാണ്, ഒരാള് കോട്ടയത്തു നിന്ന് വന്നതായ ഒരു ആന്റണിയാണ്, മൂന്നാമത്തെ ഒരാള് പറളിക്കാട് നിന്ന് വന്നതായ ഒരു അനന്തരാമനാണ്, അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വന്നതായ ഒരു അനന്തരാമൻ. 3 പേരും ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്. 3 പേരും കൂടെ അമൃതത്തിൽ മുക്കിയതായ ഒരു ഹൽവ കഷ്ണം കഴിക്കാൻ കിട്ടി. ഒരാൾക്ക് കഴിക്കാനുള്ളതേ ഉള്ളൂ. അതാര് കഴിക്കും? അബ്ദുൾ കഴിക്കുമോ, ആന്റണി കഴിക്കുമോ, അനന്തരാമൻ കഴിക്കുമോ? അന്നേരം 3 പേരും കൂടി ഒരു ഉടമ്പടിയിലെത്തി. നല്ലൊരു സ്വപ്നം ആരാണോ കാണുന്നത് അവർക്ക് സമ്മാനമായിട്ട് കൊടുക്കാമെന്ന്. പിറ്റേന്നാൾ രാവിലെ എഴുന്നേറ്റ ഉടനെ ഓരോരുത്തരും അവരവർ കണ്ടതായ സ്വപ്നം അങ്ങ് പങ്കുവെച്ചു. അബ്ദുൾ പറഞ്ഞു, ഇന്നലെ പടച്ചവൻ എൻ്റെ വീട്ടിൽ വന്ന് ഞാൻ ചെയ്തതായ പ്രവർത്തികളെല്ലാം കണ്ട് എന്നെ അനുമോദിച്ച് പടച്ചവൻ്റെ സർവശക്തൻ ലോകത്തിലോട്ട് എന്നെ കൊണ്ടുപോയി. അതിൽ പല ഒരു നല്ല സ്വപ്നം എനിക്ക് വേറെയില്ല എന്ന്. ആന്റണി പറഞ്ഞു, ഇന്നലെ മാലാഖമാരെ എന്ന ദൈവപുത്രനോടൊപ്പം സ്വർഗത്തിലോട്ട് അങ്ങ് എഴുന്നള്ളിച്ചു. ഇതിൽ പല ഒരു സന്തോഷം എനിക്ക് വേറെയില്ലെന്ന് ആന്റണി പറഞ്ഞു. അനന്തരാമൻ പറഞ്ഞു, ഇന്നലെ എൻ്റെ ഭഗവാൻ സ്വപ്നത്തിൽ എന്നോട് ചോദിക്കുകയുണ്ടായി, നല്ലൊരു ഹൽവാ കൃഷ്ണൻ കയ്യിൽ കെട്ടിയിട്ട് നീ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കണോ, അതിനകത്താക്കിക്കൂടെ എന്ന്. ഞാൻ അതിനകത്താക്കിയെന്ന്. ഇതിലാരാ ബുദ്ധിമാൻ? അനന്തരാമൻ തന്നെയാ അല്ലേ? നമ്മൾക്ക് ഇപ്പൊ ഇവിടെ വെച്ച് ആനന്ദിക്കേണ്ടതായ ഈ ആനന്ദം, ആത്മലാഭം വേറൊരു ലോകത്ത് എന്നുള്ളത് നമ്മളുടെ സംസ്കാരത്തിലില്ല. ചാവേറുകൾ എന്നതായ സങ്കല്പം നമ്മൾക്ക് ഇല്ലാത്തതും അതുകൊണ്ട് തന്നെയാണ്. പാശ്ചാത്യർക്ക് ചാവേറുകൾ ഉണ്ടാവാൻ കാരണം ഇവിടെ അള്ളാഹുവിന് വേണ്ടി മരിച്ചു കഴിഞ്ഞാൽ അവിടെ ചെന്ന് സുഖിക്കാമെന്നുള്ളതാണ്. നമ്മളുടെ സ്വർഗവും നരകവും എല്ലാം ഇവിടെ തന്നെയാണ്. നമ്മൾക്ക് ഇപ്പോൾ ഇവിടെ അനുഭവിക്കാൻ സാധിക്കണം. അതെന്താ ഒരു മാർഗം? സത്യം പരം ധീമഹി, ആ പരമമായ സത്യത്തെ ധ്യാനിക്കുന്നേൻ. ഇത് വേണ്ട രീതിയിൽ ശ്രവിച്ചു കഴിഞ്ഞാൽ, ശ്രദ്ധയോടുകൂടിയിട്ട് ആത്മാർത്ഥമായിട്ടുള്ള ശ്രവണമാണെങ്കിൽ, ഹരിച്ചിത്തം സമാശ്രയേത്, അണ്ടകടാഹങ്ങൾക്ക് അധിപനായിരിക്കുന്ന അവ്യാജ കരുണാമൂർത്തിയായിരിക്കുന്നതായ ഭഗവാൻ ശ്രവണമാത്രം കൊണ്ട് തന്നെ ഉള്ളിൽ പ്രകാശിക്കാൻ, സ്വസ്വരൂപാനുസന്ധാനം വേണ്ട രീതിയിലായിത്തീരാൻ ഇടയായിത്തീരും. നൈമിശാരണം എന്ന പുണ്യഭൂമിയിൽ, ഒരിക്കലും കലിബാധ ഏൽക്കാത്തതായ ആ പുണ്യഭൂമിയിൽ, തപോഭൂമിയിൽ പുരാണ വക്താവും വ്യാസശിഷ്യനുമായി സൂതമഹർഷി അങ്ങ് എഴുന്നള്ളിയതായ സമയത്ത് ശൗനകാദി ഋഷീശ്വരന്മാര്, 26,000 ഋഷീശ്വരന്മാര് ഒത്തുകൂടി കൃഷ്ണപ്രാപ്തികരം ശശൽ സാധനം തദ്ദുദാധുന, സർവേശ്വരനായ പരിപൂർണ തമാവതാര സ്വരൂപിയായി പൂർണ്ണബ്രഹ്മമായി പ്രകാശിച്ചതായ ആ ഭഗവത് പാദപത്മങ്ങളിൽ എത്തിക്കുന്നതായ പരമമായ മാർഗത്തെ അധുനാവധ, നാളേക്ക് എന്ന് പറഞ്ഞ് നീട്ടിവെക്കാതെ ഇപ്പോൾ തന്നെ പറഞ്ഞു തരണമേ എന്ന് പ്രാർത്ഥിച്ചതായ സമയത്ത് സൂതമഹർഷി അവരോട് അരളി, കൃഷ്ണപ്രിയം സകലകൽമഷനാശനം ശ്രീകൃഷ്ണ ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടതും സകലവിധ കലികാല മാലിന്യങ്ങളെയും വേരോടുകൂടി നശിപ്പിക്കുന്നതുമായ ആ ശ്രീമദ് ഭാഗവതത്തെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്തുകൊണ്ട് നിങ്ങളോട് പറഞ്ഞുതരാമെന്നാണെങ്കിൽ, പ്രീതി ശൗനിക ചിത്തേതേ ഹ്യതോ വക്ഷ്മി വിചാരിച്ച തേ ചിത്തേ പ്രീതി, നിങ്ങളുടെ ചിത്തത്തിൽ പ്രീതിയുണ്ട്. ഇപ്പൊ ഭാഗവതത്തിന്റെ മഹത്വം നമ്മൾ ഉൾക്കൊള്ളണമെങ്കിൽ, ഭാഗവതം കേൾക്കാൻ നമ്മൾ അർഹരാവണമെങ്കിൽ ആദ്യം എന്തുണ്ടാവണം? പ്രീതി ഉണ്ടാവണം. എന്താണ് ഈ പ്രീതി എന്ന് വെച്ചാൽ? പ്രീതി എന്ന് വെച്ചാൽ ശുഭേച്ഛ, ശുഭമായിരിക്കുന്ന ഇച്ഛ, സൽവാസന. ഭാഗവതം കേൾക്കണം, നാമം ജപിക്കണം, ഭഗവാനെ ആശ്രയിക്കണമെന്ന് അവനവന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നും സഹജമായൊരു സംസ്കാരം ഉണ്ടാവണം. സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിക്കൊണ്ട് അടിച്ചേൽപ്പിക്കപ്പെട്ടതായ നിയമനിർമ്മാണങ്ങളിലൂടെ ആത്മീയമായിട്ട് ഒരിക്കലും ഉയരാൻ സാധ്യമല്ല എന്ന് പടിഞ്ഞാറൻ കാറ്റ് നമ്മെ പഠിപ്പിക്കുന്നു. നമ്മളുടെ ഭാരതീയ സംസ്കാരത്തിന്റെ, ഈ ആത്മീയ സംസ്കാരത്തിന്റെ ഒരു മഹത്വം എന്താ? സർവതന്ത്ര സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുത്തതായ ഒരു സംസ്കാരമാണ്. ഇത് ഉള്ളിന്റെ ഉള്ളിൽ നിന്നും നമുക്ക് ഉയരാനിടയായി തീരണം. അവനവൻ ആത്മാർത്ഥമായ ആഗ്രഹം ഉള്ളിലുണ്ടെങ്കിലേ നമ്മൾക്കിതിൽ പുരോഗമിക്കാനേ കൊണ്ട് സാധിക്കും. ആ ശുഭേച്ഛ ഏതൊക്കെ പ്രകാരത്തിലായി തീരണം എന്നുള്ളതാണ് പ്രഥമസ്കന്ധത്തിലെ 3 സംവാദങ്ങളിലൂടെ അങ്ങ് അവതരിപ്പിച്ചിരിക്കുന്നത്. 3 ശ്രോതാക്കളെയും വക്താക്കളെയും അവതരിപ്പിച്ചിട്ട് സൂത ശൗനിക സംവാദം, വ്യാസനാര സംവാദം, ശ്രീശുക പരിഷത്ത് സംവാദം. അതിൽ സൂതശൗനക സംവാദത്തെ അധമമായും, വ്യാസനാര സംവാദത്തെ മധ്യമമായും, ശ്രീശുക പരിഷത്ത് സംവാദത്തെ ഉത്തമമായും അങ്ങ് വാഴ്ത്തപ്പെടുന്നു. സൂതൻ അധമനായിട്ടോ
സൂതനേക്കാൾ നമ്മൾ കേമനായിട്ടോ അല്ല അവിടെ പറയുന്നത്. അങ്ങനെ കാണാൻ ഇടയാവരുത്. നമ്മളുടെ ഉള്ളിലുണ്ടാവുന്നതായ മാനസിക തലങ്ങളെ വ്യത്യസ്തമായി അങ്ങ് കാണിച്ചു തരികയാണ്. സർവോത്കൃഷ്ടമായ ശാസ്ത്രം, സകല വേദാന്ത സാര സർവസ്വമായി വ്യാസഭഗവാൻ നിർമ്മിച്ചത് ശ്രീമദ് ഭാഗവതമാണ് എന്ന് പറഞ്ഞതായ സമയത്ത് ശൗനകാദി ഋഷീശ്വരന്മാർ എന്ത് ചോദിച്ചു? എന്തിനാണ് വ്യാസര് ഭാഗവതം എഴുതിയത്? എന്തിനാണ് ശുഗരെ പഠിപ്പിച്ചത്? പരീക്ഷിത്ത് എന്തിനാണ് പ്രായോപവേശം ചെയ്തത്? ഇത്യാദി ചോദ്യങ്ങളൊക്കെ ചോദിച്ചത്. ഭാഗവതം സർവോത്കൃഷ്ടമാണ് എന്ന് കേട്ട് കഴിഞ്ഞാൽ ഒരു ചോദ്യം മാത്രമേ ചോദിക്കണ്ടൂ. എന്ത്? എനിക്ക് ഭാഗവതം പറഞ്ഞു തരൂ എന്ന്. ശ്രീരാമകൃഷ്ണൻ പറയും, മാന്തോട്ടത്തിൽ മാങ്ങ തിന്നാൻ പോയാൽ മാങ്ങ തിന്നാ പോരുക എന്നുള്ളതല്ലാതെ അതിനെത്ര കൊമ്പുണ്ട് ഇലയുണ്ടെന്ന് അന്വേഷിക്കേണ്ട ആവശ്യമില്ല എന്ന്. ആവശ്യമുള്ളതേ ചിന്തിക്കാവൂ. നമ്മൾക്ക് ആവശ്യമില്ലാത്തതിലാണ് കൂടുതൽ ചിന്തയുണ്ടാവുക, അറിയാനുള്ള ആഗ്രഹമുണ്ടാവുക. നമ്മൾക്ക് ആദ്യം വേണ്ടത് ആവശ്യമുള്ളതിനെ ചിന്തിക്കാൻ പഠിക്കലാണ്. അതുകൊണ്ടാണ് ആഞ്ജനേയസ്വാമിയെ ഉപാസിച്ചു കഴിഞ്ഞാൽ അഷ്ടസിദ്ധികളും നവനിധികളൊക്കെ ഉണ്ടാവുമെന്ന് പറയുമല്ലോ. എന്താ ആഞ്ജനേയസ്വാമി ഉപാസിച്ചാൽ അഷ്ടസിദ്ധി ഉണ്ടാവും എന്ന് പറയാൻ കാരണം? ബുദ്ധിർഫലം യശോധൈര്യം നിർഭയത്വമരോഗത അജാഢ്യം വാക്പടുത്വം ച ഹനുമൽ സ്മരണാത് ഭവേത്. ഈ അഷ്ടസിദ്ധികൾ ആഞ്ജനേയസ്വാമിയെ സ്മരിച്ച മാതിരി തന്നെ ഉള്ളിലുണ്ടാവും. ഇതിൻ്റെയും 8ന്റെയും നിറകുടമാണ് ആഞ്ജനേയസ്വാമി എന്ന് നമ്മൾ കാണാൻ സാധിക്കും. ആദ്യം ഏതൊരു മനുഷ്യനും ഉണ്ടാവേണ്ടത് ബുദ്ധിയുടെ ബലമാണ്. എന്താണ് ബുദ്ധിയുടെ ബലം എന്ന് പറയുന്നത്? എന്താണ് ബുദ്ധിയുടെ ലക്ഷണം? കാര്യകാര്യങ്ങളെ വേർതിരിച്ച് വകതിരിച്ച് കാണാൻ തക്കതായ നിശ്ചയാത്മികാവൃത്തി, നിശ്ചയവൃത്തിയാണ് ബുദ്ധി എന്ന് പറയുന്നത്. നമ്മൾക്ക് ജീവിതത്തിൽ വേണ്ടതേത്, വേണ്ടാത്തതേത്, ആവശ്യമുള്ളതേത്, അനാവശ്യമായതേത് വേർതിരിച്ച് കാണാൻ സാധിക്കണം. ആ ഒരു വേർതിരിവ് ഉണ്ടായില്ലെങ്കിൽ ആവശ്യമുള്ളത് അറിയാൻ ഇടയാവാതെ ആവശ്യമില്ലാത്തതിലോട്ട് പോകും. അങ്ങനെയായി തീരരുത് എന്ന് കാണിക്കാൻ സൂതശൗനക സംവാദത്തെ അങ്ങ് ഉദാഹരിച്ചു. വ്യാസനാര സംവാദത്തിനാണെങ്കിൽ പലതും ചെയ്തു, പക്ഷെ മനസ്സമാധാനമില്ല. എന്റെ മനഃശാന്തിക്ക് എന്താ മാർഗമെന്ന്. എല്ലാ ക്ഷേത്രങ്ങളിലും പോകും, വഴിപാടുകളൊക്കെ കഴിക്കും. എന്തിനാ? മനസ്സിനൊരു സ്വസ്ഥതയില്ല. അപ്പൊ എന്താ ചെയ്യുക? വയസ്സ് 90 എപ്പോഴും പ്രശ്നങ്ങളും പരാതികളൊക്കെ തന്നെയാണ്. ഇന്ന് ക്ഷേത്രങ്ങളുടെ തിരക്കുകൾ കൂടുതലാണ്, മഹാത്മാക്കളുടെ സന്നിധിയിൽ തിരക്ക് കൂടുതലാണ്. ആത്മീയമായ അന്തർദാഹം കൊണ്ട് അണയുന്നതായ ആൾക്കാര് എത്ര പേര് അതിലുണ്ട് എന്ന് നോക്കിയാൽ നമ്മൾക്ക് ചുരുക്കമായിട്ട് കാണാൻ സാധിക്കും. കൂടുതലും ആർത്ഥന്മാരും അർത്ഥാർത്ഥികളുമായിരിക്കുന്നതായ ആൾക്കാരെയാണ് കൂടുതൽ കാണാൻ സാധിക്കുക. 100,000 പ്രശ്നങ്ങളുമായി നീറി കഴിയുന്നതായി ഇന്നത്തെ ലോകത്തിൽ എവിടെ ചെന്നാലാ സമാധാനം കിട്ടുക? ഏത് പ്രകാരത്തിലായാലാ ജീവിതത്തിൽ കുറച്ച് ശാന്തിയും സമാധാനമൊക്കെ അനുഭവിക്കാൻ സാധിക്കുക എന്ന് അന്വേഷിച്ച് ചെല്ലുന്നതായ ആൾക്കാർ. നമ്മൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നത്തിൽ നിന്നും മറികടക്കാനായിട്ട്, അതിനൊരു സമാധാനം കണ്ടെത്താനായിട്ട് ആത്മീയമായ ഉപാസനകളെ അനുഷ്ഠിക്കുന്നതായ ആൾക്കാർ മധ്യമവർഗത്തിൽപ്പെട്ടതാണ്. അതിലുപരിയാണ് ശ്രീശുക പരീക്ഷിത് സംവാദം എന്ന് പറയുന്നത്. ആരാണ് വക്താവായിരിക്കുന്നത്? പരമജ്ഞാനിയാണ്. പരമഭാഗവന്മാരിൽ പ്രാതസ്മരണീയനായ ആളാണ് ശ്രീശുബ്രഹ്മർഷി. ആരാണ് മുക്തൻ എന്ന് ചോദിച്ചു. ഗോമുക്ത വാമദേവശ്യ മുക്ത. ശ്രീശുമഹർഷിയാണ് ആദ്യം വിരൽ മടക്കുന്നത്. ശ്രോതാവായിരിക്കുന്ന ആളാരാ? കലനിഗ്രഹാദി ഖ്യാതികളൊന്നും വേണ്ടെന്ന് പറഞ്ഞ് എല്ലാം പുല്ലുപോലെ വലിച്ചെറിഞ്ഞ് ഭഗവത് ഗായതാം വിഷ്ണുഗാഥാഹം, വിഷ്ണുഗീതങ്ങൾ പാടുവിൻ എന്ന് പറഞ്ഞ് ഗംഗാതീരത്തിൽ പ്രായോപവേശം ചെയ്തിരിക്കുന്നതായ പരീക്ഷിത് മഹാരാജാവാണ്. ആ പരീക്ഷിത്തിൻ്റെതായ ഭാവത്തിലോട്ട് ശ്രോതാവും ശ്രീശുവരുടേതായ ഭാവത്തിലോട്ട് വക്താവും അങ്ങ് ഉയരണം എന്ന് കാണിക്കാൻ ഏറ്റവും ഉത്തമമായ അവസ്ഥയെ അവരുടെ സംവാദത്തിലൂടെ വർണ്ണിച്ചിരിക്കുകയാണ്. 3 ശുഭേച്ഛകളെ ഏതേതൊക്കെ തലത്തിലാണ് ഇന്നും മനുഷ്യ മനസ്സിൽ അത് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഉദാഹരണ സഹിതം കാണിക്കുകയാണ്. നമ്മൾക്ക് അനന്ത പാരാവാരം കണക്കെ പരന്നു കിടക്കുന്നതായ ഭാരതീയ സംസ്കൃതിയുടെ 3 മഹാസ്തംഭങ്ങളാണ് ഭാരതവും രാമായണവും ഭാഗവതവും. തമസോമ ജ്യോതിർഗമയ എന്ന മഹാമന്ത്രത്തിന്റെ വ്യാഖ്യാനമായി ആദികവിയായ വാൽമീകി മഹർഷി
ധർമ്മമൂർത്തിയായി ശ്രീരാമചന്ദ്രനെ മുൻനിർത്തിക്കൊണ്ട് ചെയ്തതായ ധർമ്മേതിഹാസമാണ് രാമായണമെങ്കിൽ അസതോമാ സദ്ഗമയ എന്ന മഹാമന്ത്രത്തിന്റെ വ്യാഖ്യാനമായി ഒരു രാജവംശത്തിൽ ധർമ്മച്യുതി വന്നു കഴിഞ്ഞാൽ അതിന്റെ അനന്തരഫലങ്ങൾ എന്തെല്ലാം അനുഭവിക്കാനിടയാവുമെന്ന് ഉദാഹരണസഹിതം നമ്മെ പഠിപ്പിക്കാനായി കുരുപാണ്ഡവന്മാരുടെ കഥയെ അണിനിരത്തിക്കൊണ്ട് വ്യാസഭഗവാൻ എഴുതിയതായി ധർമ്മേതിഹാസമാണ് മഹാഭാരതം. മൃത്യോർമ അമൃതം ഗമയ എന്ന മഹാമന്ത്രത്തിന്റെ വ്യാഖ്യാനമായി ഒരു വ്യക്തി നശിക്കുന്നതിൽ നിന്നും നശിക്കാത്തിലോട്ടുള്ളതായ പ്രയാണത്തെ പൂർത്തീകരിക്കാൻ എന്ത് ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നതായ പുരാണമാണ് ശ്രീമദ് ഭാഗവതം. അപ്പോ ഭാഗവതത്തിന്റെ ലക്ഷ്യം എന്താണ്? മഹാത്മ്യം എന്താണ്? ഇത് വ്യക്തിനിഷ്ഠമാണ്. ഒരു വ്യക്തിക്ക് നശിക്കുന്നതിൽ നിന്ന് നശിക്കാത്തിലോട്ടുള്ളതായ പ്രയാണത്തെ പൂർത്തീകരിക്കാൻ സഹായകരമായി തീരുന്നതാണ്. നശിക്കാനല്ല ഇവിടെ ആരും ജനിക്കുന്നത് ആഗ്രഹിക്കുന്നത്, പിന്നെയോ നശിക്കാതിരിക്കാനാണ്. മനുഷ്യന്ന് മാത്രമല്ല, മനുഷ്യേതര ജീവികളെ എടുത്തു നോക്കൂ. ഒരാറ്റത്തിലെ പ്രോട്ടോണിലോട്ട് എടുത്തു നോക്കൂ. അതിന്റെ ന്യൂക്ലിയസ് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അത് നിലനിൽക്കാൻ വേണ്ടിയാണ്. നിലനിൽപ്പിന്റെ ഉറവിടം നേടിയിട്ടാണ് ശാസ്ത്രജ്ഞന്മാർ എന്നും തലമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നും നിലനിൽക്കുന്നതിനെയാണ് സത്യമെന്ന് പറയുന്നത്. ആ പരമസത്യമാണ് തന്നിൽ താനായി വിളങ്ങുന്നത്. ആ പരമസത്യമാണ് തന്നിൽ താനായി വിളങ്ങുന്നത് എന്നതായ ആ ധ്യാനം ഉള്ളിൽ ഊട്ടിയുറപ്പിക്കപ്പെടുകയാണെങ്കിൽ ഒരു വ്യക്തിക്ക് ഈ നശിക്കുന്നതായ ഭൗതിക പ്രപഞ്ചത്തിൽ നിന്നും നശിക്കാത്തതായ ആ ആത്മീയ ആനന്ദ സാമ്രാജ്യത്തിന്റെ അധിപനായി തീരാനും കൊണ്ട് സാധിക്കും. നമ്മൾക്ക് ഒരു വ്യക്തിക്ക് ഏത് പ്രകാരത്തിലായാൽ ആത്മീയമായി നമ്മൾക്ക് ആ ആനന്ദത്തിലോട്ട് ഈശ്വരീയമായ ഭാവത്തിലോട്ട് ഉണരാൻ സാധിക്കും എന്ന് പഠിപ്പിക്കുന്നതാണ് ശ്രീമദ് ഭാഗവതം. ആരെ നിമിത്തമാക്കി? പരീക്ഷത്തിനെ നിമിത്തമാക്കി. പരീക്ഷത്തിന്റെ കഥയെന്ന് പറയാൻ തന്നെ കാരണം കാണുന്നത് എന്തും വിഷ്ണു ആണോ എന്ന് പരീക്ഷിച്ചതുകൊണ്ട് പരീക്ഷത്തിൻ നാമം വന്നു എന്ന്. നമ്മളും കാണുന്നത് എന്തിലും പരീക്ഷിക്കുന്നത് എന്താ? ഇപ്പൊ സത്രത്തിന് വന്നാലും ആദ്യം നോക്കുന്നത് എന്താ? ഏത് ഫാനിന്റെ താഴെയാ ചെന്നിരിക്കേണ്ടത്? സുഖമായി ഇരിക്കാൻ പറ്റിയ സീറ്റ് ഏതാ? അല്ലേ? എവിടെ ചെന്നാൽ ആ സുഖം കിട്ടുക? അന്വേഷിക്കുന്നത് സുഖത്തെയാണ്. സുഖം ബാഹ്യ വസ്തുക്കളെല്ലാം ഇരിക്കുന്നത് തന്നിൽ തന്നെയാണ് സുഖമിരിക്കുന്നത്. തന്നിൽ തന്നെയാണ് സുഖമിരിക്കുന്നത് എന്ന ആ അറിവില്ലായ്മയെ കൊണ്ടാണ്, ആ അജ്ഞാനത്തെ കൊണ്ടാണ് ബാഹ്യവസ്തുക്കളിൽ സുഖം അന്വേഷിക്കുന്നത്. അപ്പോ അറിഞ്ഞോ അറിയാതെ ആണെങ്കിൽ പോലും എല്ലാവരും അന്വേഷിക്കുന്നത് സുഖസ്വരൂപിയായ ആത്മസ്വരൂപിയായ വിഷ്ണു ഭഗവാനെ തന്നെയാണ്. ആ നിലയ്ക്ക് എല്ലാവരും പരിശുദ്ധ തന്നെയാണ്. പിന്നെ പരിശുദ്ധന് വിഷ്ണുരാധൻ എന്ന് പേര്. വിഷ്ണുനാഥൻ എന്ന് വെച്ചാൽ അമ്മയുടെ ഗർഭപാത്രത്തിലിരിക്കുന്ന സമയത്ത് വിഷ്ണു ഭഗവാനാൽ സംരക്ഷിക്കപ്പെട്ടതായ ആള്. നമ്മളും അമ്മയുടെ ഗർഭപാത്രത്തിലിരിക്കുന്ന സമയത്ത് നമ്മെ സംരക്ഷിച്ചതാരാ? ഡോക്ടറുടെ മരുന്നാണോ? അമ്മയുടെ കേമത്താണോ? അച്ഛന്റെ കഴിവാണോ? ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടല്ലേ ഇന്ന് ഈ രൂപത്തിൽ ഇവിടെ എത്തിച്ചേർന്നത്. ആ നിലയ്ക്കും നമ്മൾ ഓരോരുത്തരും വിഷ്ണുനാഥന്മാർ തന്നെയാണ്. പരീക്ഷത്തിന് എത്ര ദിവസം ഉണ്ടായിരുന്നു ആയുസ്? 7 ദിവസം. നമ്മൾക്ക് എത്ര ദിവസമുണ്ട്? നമ്മൾക്ക് എത്ര ദിവസമുണ്ട്? അറിയില്ലെന്നോ? കൃത്യമായി പറഞ്ഞുതരാം. ഇന്നൊക്കെ 7-ാം നാൾ അല്ലേ? ജീവൻ ഇപ്പൊ പോയിന്ന് വരും. ആര് തന്നെ ആയിക്കൊള്ളട്ടെ, 7 ദിവസത്തിനകം മരിച്ചേ മതിയാവും. എന്തുകൊണ്ടാ? ഒരാഴ്ചയിൽ 7 ദിവസങ്ങളല്ലേ? ഞായർ മുതൽ ശനി വരെയുള്ളതായി 7 ദിവസത്തിനകം തന്നെ മരിക്കണ്ടേ? അപ്പൊ ആർക്കായാലും ദിവസങ്ങൾ എത്ര? 7 ദിവസങ്ങളേ ഉള്ളൂ ആയുസ്. പരീക്ഷത്തിനെ പാമ്പ് കടിച്ചിട്ടാ മരിച്ചത്. നമ്മൾക്ക് എങ്ങനെയാ മരണം? നമ്മൾക്കൊരു പാമ്പ് കടിച്ചിട്ടാണ്. ഏത് പാമ്പ് കടിച്ചിട്ട്? കാലസർപ്പം. കാലാഹിന പരിഗ്രസ്തമാം ലോകവും അലോല ചേതസ ഭോഗങ്ങൾ തേടുന്നു. എഴുത്തച്ഛൻ പാടിയ പോലെ കാലസർപ്പത്തിന്റെ കരാളഹസ്തത്തിൽ അമർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഓരോ ജീവന്മാരും ഓരോ പരിശുദ്ധമാരും ഈ കാലമാകുന്ന തക്ഷകന്റെ പിടിയിൽ അമർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പരിഷത്തിന്റെ കഥയെന്ന് പറയുന്നത് ഓരോ ജീവന്മാരുടെ കഥയാണെന്ന് കാണുമ്പോഴാണ് നമ്മൾക്ക് ആത്മാർത്ഥമായ ആഗ്രഹം ഉണ്ടാവുക. ഇപ്പോ ഇനി ഇത് കഴിഞ്ഞ് രാത്രിയൊക്കെ ഭാഗവതമൊക്കെ പറഞ്ഞുതരാം. ഇരിക്കൂ കേട്ടോ എന്ന് ഒരാളോട് പറഞ്ഞു നോക്കൂ. അയ്യോ, രാത്രിയൊക്കെ പറയാന്നോ? ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞ് പോയി ഒരുപാട് പണികളൊക്കെ ഉണ്ട്. ആക്കെ പകലിവിടെ വന്നിരുന്ന് പറയുന്ന സമയം ഞങ്ങൾ ഇവിടെ നിന്ന് കേട്ടുകൊള്ളാം. അയ്യോ, ഞങ്ങൾക്ക് അത്യാവശ്യം ഇത് കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ വേറെ വീട്ടിലെ പണികളൊക്കെ ചെയ്യാന്ന് പറഞ്ഞ് 100 കൂട്ടം പരാതിയും പ്രാരബ്ധമൊക്കെ പറയും. അല്ല, വേറൊന്നുമല്ല പറയാൻ ഉദ്ദേശിച്ചത്.
ഈ നമ്മളിവിടെ വന്നോടനെ പറഞ്ഞു ഈ അമ്മ ആളത്ര ശരിയല്ല. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ സത്രത്തിന് വന്ന സമയത്ത് 1000 രൂപ അവിടെ നിന്ന് കാണിക്കവഞ്ചിന്ന് എടുത്തുകൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞു കേട്ടുമല്ലോ. എന്നെ കുറിച്ചോ? ആരെങ്ങനെ പറഞ്ഞു വന്ന്? അല്ല, സമയമില്ല എന്ന് പറഞ്ഞു. പോയിട്ട് ഒരു നാളെ പറഞ്ഞുതരാം. അല്ല, ഞാൻ കേട്ടിട്ടേ പോകുന്നുള്ളൂ. ഒട്ടും സമയമില്ലാത്ത ഒരാള് കേൾക്കാൻ തയ്യാറാവും. എന്തുകൊണ്ടാ? അവനവനെ കുറിച്ചായതുകൊണ്ട്. ഇത് വേറൊരാൾക്കല്ല ഇതിന്റെ പ്രയോജനം, വേറൊരാളുടെ കഥയല്ല, അവനവന്റെ കഥയാണ് എന്ന് കാണുമ്പോഴാണ് ആത്മാർത്ഥമായ ആഗ്രഹം ഉണ്ടാവുക. ആ ശുഭേച്ഛ, പ്രീതി പൂർണ്ണമായി പ്രകാശിക്കാനിടയായി തീരുക. ആ ശുഭേച്ഛ ഭഗവത് കഥകളിൽ ഉണ്ടാവുന്നതായ സഹജ സംസ്കാരം, സൽവാസന നമ്മുടെ ഉള്ളിൽ വേണ്ട രീതിയിൽ വളർത്തിയെടുക്കാൻ വേണ്ടിയാണ് ഈ മഹാത്മ്യപാരായണത്തെ തലേനാൾ വിധിച്ചിരിക്കുന്നത്. ഇത് കടം കഴിക്കാൻ വേണ്ടി ആർക്കെങ്ങാനും വേണ്ടി ചെയ്യുന്നതല്ല, അവനവന് അനുഭവിക്കാൻ സാധിക്കണം. കേട്ടതിന്റെ പ്രയോജനം കേട്ട ആൾക്കുണ്ടാവണം, പറഞ്ഞതിന്റെ പ്രയോജനം പറഞ്ഞ ആൾക്കുണ്ടാവണം. മറ്റ് യജ്ഞങ്ങളെക്കാളെല്ലാം ഭാഗവത സപ്താഹത്തിന്റെ ഒരു മഹിമ തന്നെ എന്താ? ഓരോ ശ്രോതാവിനെയും പക്ഷിത്തിന്റെ അവസ്ഥയിലോട്ട്, ആ പരമാനന്ദാനുഭൂതിയിലോട്ട് ഉണർത്തുന്നതായ 7 ദിവസത്തെ സാധനാ സമ്പ്രദായമാണ് സപ്താഹം. വിശേഷാത്ര ശുഖാജ്ഞ ആര് നിശ്ചയിച്ചു? അനുഭവസമ്പന്നനായ ശ്രീ ശിവബ്രഹ്മർഷി നിശ്ചയിച്ചു. അത് ഇന്ന പ്രകാരത്തിലെല്ലാം ആയിത്തീരണം എന്നതായ അതിന്റെ ശ്രവണവിധികളും അതിന്റെ മഹാത്മ്യവും ബോധിച്ചിരിക്കുന്നതായ ഒരാൾക്ക് ആത്മാർത്ഥമായ ആഗ്രഹത്തോടുകൂടി ശ്രദ്ധയോടുകൂടി അത് ശ്രവിക്കാൻ സാധിക്കും. അതിന്റെ പരമപ്രയോജനം നമ്മൾക്ക് ചർവിത ചർവണം പോലെ പറയുകയല്ല, തത്തമ്മയെ പൂച്ച എന്നുള്ള കേട്ടുകൊണ്ടിരിക്കുകയല്ല, നമ്മൾക്ക് കരതലാമലകം പോലെ, നമ്മൾക്ക് ഉള്ളം കയ്യിൽ നെല്ലിക്ക പോലെ നമ്മൾക്കത് അനുഭവിക്കാനെ കൊണ്ട് സാധിക്കും. അത് പ്രാപ്തമാക്കുന്നതായ ശാസ്ത്രം ഈ ഭാഗവതമാണ് എന്നുള്ളതുകൊണ്ട് കലികാലത്തെ സ്വാധ്യായ ഗ്രന്ഥമായി ആചാര്യന്മാർ ഈ ജ്ഞാനത്തെ കൽപ്പിച്ചിരിക്കുന്നു. അതിന്റെ പ്രയോജനം ഭഗവാനിൽ പരമപ്രേമത്തെ നേടി സ്വസ്വരൂപാനുസന്ധാനമാകുന്നതായ ആ പരമപ്രേമം നമ്മളിൽ സഹജമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമ്മൾക്കിപ്പോൾ നിർത്താം. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം.